ബാക്ക് ടു ന്യൂട്ടൺസ്. അങ്ങനെ എന്റെ 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ന്യൂട്ടൺസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വലിയ സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സോഷ്യൽ സയൻസ് ആണല്ലേ. എവിടെ എല്ലാവരും ഉണ്ടോ അവിടെ? യെസ്, കുറച്ച് ഹാർട്ട് ഒക്കെ വരുന്നുണ്ട് സർ, ഹായ് ഒക്കെ വരുന്നുണ്ട്. വേഗം കുറച്ച് ഫയർ ഒക്കെ ഇട്ടേ, കുറച്ച് ഫയറും നമ്മുടെ ന്യൂട്ടൺസിന്റെ സ്വന്തം ആപ്പിലൊക്കെ ഇട്ട് എല്ലാവരും ഒന്ന് ഓൺ ആക്കി നമ്മുടെ ചാറ്റ് ബോക്സ്. വേഗം ആയിക്കോട്ടെ. യെസ്, ഓക്കെ, യെസ് 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 യെസ്. ആരാധ്യാണോ ആദ്യം ആപ്പിൽ ഇട്ടിരിക്കുന്നത്? ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ എല്ലാവരും ഫുൾ എനർജി ആണല്ലേ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് ഇതാ നോക്കിക്കോളൂ, 5ാം ക്ലാസ്സിലെ നമ്മുടെ ടേം 1 അല്ലേ, ടേം 1 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേം 1ന്റെ 1, 2, 3, 4 ചാപ്റ്ററുകളും പ്ലസ് നമ്മുടെ ടേം 2ലെ 5ാമത്തെ ചാപ്റ്റർ ആയിരിക്കും ഇന്ന് നമ്മൾ ഇരുന്ന് പഠിക്കാൻ പോകുന്നത്. ബാക്കി നമ്മൾ അടുത്ത ദിവസം ആയിരിക്കും പഠിക്കാം. ഓക്കെ അല്ലേ? യെസ്, ദ ഹാർട്ട് ഒക്കെ വരുന്നുണ്ട്, കുറച്ച് ആപ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. ഉഷാറാണ് എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ വേഗം 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 കുറച്ച് ഫയർ ഒക്കെ ഇട്ടോളൂ കേട്ടോ. ഓക്കെ, കട്ടൊക്കെയാണോ എല്ലാവരും അല്ലേ? ഓക്കെ, അപ്പൊ അതിന് മുന്നേ ആയിട്ട് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ നോട്ട്ബുക്കും പെന്നും പെൻസിലും ഒക്കെ എടുത്തൊന്ന് സെറ്റ് ആയിട്ടിരുന്നോ. നമുക്ക് ചില ആക്ടിവിറ്റീസ് എഴുതേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോവാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ മക്കളെ, എല്ലാ കുഞ്ഞുമക്കൾക്കും എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും വെൽക്കം ടു ദ വേൾഡ് ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിന്റെ വേൾഡിലേക്ക് ഒരു വലിയ വെൽക്കം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ചാപ്റ്ററുകൾ എന്ന ഓർഡറിലായിരിക്കും പോകുന്നത്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ദ മൈൽ സ്റ്റോൺസ് ഗിവൺ ബിലോ റെപ്രസെന്റ്സ് ദ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഏർലി ഹ്യൂമൻസ് അല്ലെ. then and find out the missing ones എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് ഇവിടെ 2 എണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഈ മിസ്സിംഗ് ആയിട്ടുള്ളത് ആദിമ മനുഷ്യന്റെ ഭക്ഷണ രീതിയിൽ ഉണ്ടായ വളർച്ചാഘട്ടങ്ങളെ കാണിക്കുന്ന നാഴികക്കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അവയിൽ വിട്ടുപോയത് നിങ്ങളോട് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതും പോരാ, അത് കഴിഞ്ഞ് ബി ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ABC എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, എല്ലാവർക്കും അറിയാലോ. യെസ്, ഓക്കെ. അപ്പൊ മേക്ക് എ നോട്ട് ഓൺ ദ ഇമ്പാക്ട് ഓഫ് യൂസ് ഓഫ് ഫയർ ഓൺ ഹ്യൂമൻ ലൈഫ് അല്ലെ. എന്താണ് മനുഷ്യരുടെ ജീവിതത്തിൽ തീക്കുണ്ടായ അല്ലെങ്കിൽ തീ കൊടുത്ത എന്തെല്ലാം പ്രാധാന്യത്തെ കുറിച്ച്, തീ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളോടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. യെസ്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഏർലി ഹ്യൂമൻസ് ആണ് നമ്മൾ ഈ താഴെ പറയുന്നത്. 1ാമത് എന്തായിരുന്നു? ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിംഗ് അല്ലെ. അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? വേട്ടയാടലും അതുപോലെ തന്നെ ഭക്ഷണം ശേഖരിക്കാനും തുടങ്ങി. മിസ്സിന്റെ ഒപ്പം എല്ലാ മക്കളും വായിക്കാം. വേട്ടയാടലും അതുപോലെ തന്നെ ഭക്ഷണ ശേഖരണവും തുടങ്ങി. യെസ്, അടുത്ത എന്താണ്? ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് ഫയർ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. തീ കണ്ടുപിടുത്തവും ഉപയോഗവും ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് ഫയർ ആണ്. ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് അല്ലെ. മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. ഡൊമസ്റ്റിക്കേഷൻ, മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. ആൻഡ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ, കൃഷി ആരംഭിച്ചു. ഇത്രയാണ് നമുക്ക് അവിടെ ഫില്ല് ചെയ്യേണ്ട ബാക്കി കാര്യങ്ങള്. യെസ്, വളരെ ഉഷാറായിട്ട് ഇതാ എല്ലാവരുടെ ആൻസേഴ്സ് വരുന്നുണ്ട്. വെരി ഗുഡ്, അടിപൊളി. ആഷിക് അടിപൊളി കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കോളൂ. ഫയർ വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ദ ഏർലി ഹ്യൂമൻസ് അല്ലെ. നമ്മുടെ ആദിമ മനുഷ്യരുടെ ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നു എന്ത് എന്നുള്ളത്? ഫയർ അഥവാ നമ്മൾ ഈ പറഞ്ഞ തീ അല്ലെ. ഇനി ഇറ്റ് പ്രൊവൈഡഡ് വാംത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ് ആൻഡ് വെദർ അല്ലെ. ഈ തീ കണ്ടുപിടിച്ചതോടുകൂടി മനുഷ്യന് എന്ത് നൽകിയത്? വാംത്ത് അല്ലെ, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമുള്ള സംരക്ഷണം നൽകിയെന്നാണ്. പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ് വെദർ, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകി. ഇറ്റ് ഹെൽപ്ഡ് ഇൻ കുക്കിംഗ് ഫുഡ് വിച്ച് മെയ്ഡ് ഇറ്റ് ടേസ്റ്റിയർ, സോഫ്റ്റർ ആൻഡ് ഈസിയർ ടു ഡൈജസ്റ്റ് എന്നുള്ളതാണ് അല്ലെ. യെസ്, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫുഡ് കുക്ക് ചെയ്യാനും അത് കൂടുതൽ ടേസ്റ്റിയറും അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ട്, നല്ല രുചികരമായിട്ട്, ഈസി ആയിട്ട്, നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിൽ, ഈസിയസ്റ്റ് ടു ഡൈജസ്റ്റ് അല്ലെ, നമുക്ക് ദഹിക്കുന്ന രീതിയിൽ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് തീ നമ്മളെ സഹായിച്ചു. അടുത്ത എന്താ? ഫയർ ഗേവ് പ്രൊട്ടക്ഷൻ ഫ്രം വൈൽഡ് ആനിമൽസ് ഡ്യൂറിങ് നൈറ്റ് അല്ലെ. രാത്രി സമയങ്ങളിൽ വൈൽഡ് ആനിമൽസിൽ നിന്ന്, എന്താണ്, കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം. നമ്മൾ ഒറ്റയ്ക്ക് പേടിച്ച് ഓരോടത്തേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നല്ല കാടും രാത്രിയൊക്കെ ആണെങ്കിൽ മൃഗങ്ങളൊക്കെ വന്ന് ആക്രമിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ ഇതിൽ നിന്നെല്ലാം സംരക്ഷണം കിട്ടാനായിട്ടും ഈ തീ നമ്മളെ സഹായിച്ചു. ആൻഡ് ഫയർ ബിക്കെയിം യൂസ്ഫുൾ ഇൻ എസെൻഷ്യൽ
മേക്കിംഗ് ഓഫ് ടൂൾസ്, നമ്മൾ ഈ പറഞ്ഞ ഉപകരണങ്ങളും പോട്ടറി മൺപാത്രങ്ങളും അതേപോലെ തന്നെ പിന്നീട് മെറ്റൽസും അതേപോലെ ലോഹ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഈ തീ നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ, ദാ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലക്കാർഡ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇത് നോക്കിക്കേ. എവറി ഹ്യൂമൻ ബീങ് ഹാസ് ദ റൈറ്റ് ടു ഹാവ് ഹെൽത്തി ഫുഡ് അല്ലെ. എല്ലാ മനുഷ്യർക്കും ഹെൽത്തി ഫുഡ് കഴിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. എത്ര പേര് ഇവിടെ ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നുണ്ട്? ഹെൽത്തി ഫുഡ് കഴിക്കുന്നവർ എല്ലാവരും കുറച്ച് ഫയർ ഇട്ടേ. വേണ്ട, എപ്പോഴും നമ്മൾ ഫയർ അല്ലേ ഇടുന്ന. ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫുഡാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിന്റെ ഇമോജി വേഗം ഒന്ന് ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ഷെയർ ഫുഡ് വിത്ത് അതേഴ്സ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫുഡ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം, വേറെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. എങ്കിൽ പറഞ്ഞോ, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ദ വേൾഡ് ഫുഡ് ഡേ? ഏത് താഴെ പറയുന്നവയിൽ ഈ പറയുന്നതിൽ ഏത് ദിവസമാണ് നമ്മൾ ലോക ഭക്ഷ്യദിനമായിട്ട് അല്ലെങ്കിൽ ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ അടുത്തൊന്ന് പറഞ്ഞേ, റൈറ്റ് ദ മെയിൻ ഐഡിയാസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോപ്പിക്. ഒരു സ്പീച്ച്, നിങ്ങളോട് ഒരു സ്പീച്ച് നടത്താൻ, ഒരു പ്രസംഗം നടത്താൻ പറയാണ്. എന്താണ് പ്രസംഗത്തിലെ ടോപ്പിക് അഥവാ വിഷയം? ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവിംഗ് ഫുഡ് ഡേ. കണ്ടോ, എന്താണ് നോക്ക, ഭക്ഷ്യ ദിനാചരണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ട പോയിന്റുകൾ മാത്രം നിങ്ങളോട് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? യെസ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ദ വേൾഡ് ഫുഡ് ഡേ? യെസ്, കറക്റ്റ് ആണ്. ഡി ആണ്. ഇതാ ഡി ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഒരുപാട്. ഒക്ടോബർ 16th ആണല്ലേ വേൾഡ് ഫുഡ് ഡേ. എന്താണ്? ഒക്ടോബർ 16th ആണ്. Write the main ideas to be included in a speech on the topic the importance of food observing food day അല്ലെ. ഭക്ഷ്യ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങളോട് പോയിന്റുകളായിട്ട് പോരട്ടെ. ഞാനിവിടെ എന്റെ ഐഡിയയിൽ വന്നിട്ടുള്ള പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ. ഫസ്റ്റ് വൺ, ടു റിമൈൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫുഡ് ഇൻ ലൈഫ് അല്ലെ. ജീവിതത്തിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യം. അതേപോലെ അടുത്തത്, ടു അവോയ്ഡ് ഫുഡ് വേസ്റ്റേജസ്. എന്താ പറയുന്നേ? ഭക്ഷണം നാശം ഒഴിവാക്കുക, നശിപ്പിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കുന്നതെല്ലാം ഒഴിവാക്കുക. ടു എൻഷുർ ഫുഡ് ഫോർ ഓൾ, എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക. ആൻഡ് ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അല്ലെ. ഇപ്പൊ എന്താ പറയുന്നത്? ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്സ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യം. ഓക്കെ ആണോ മക്കളെ? പറഞ്ഞ കാര്യം സെറ്റ് ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഒരു പിക്ചറിൽ, അതായത് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എല്ലാവരും നന്നായിട്ട് ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. നമ്മുടെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് നോക്കിക്കേ. ഓരോന്ന് വേഗം പറഞ്ഞേ. ചിത്രം എ എന്താണ് കാണിക്കുന്നത്? ബി എന്താണ്? സി എന്താണ്? ഡി എന്താണെന്ന് വേഗം വരട്ടെ ആൻസേഴ്സ്. യെസ്, കറക്റ്റ് ആണ്. ദേ ഗാതേർഡ് ഫുഡ് അല്ലെ. അവർ ഫുഡ് ഗ്യാദർ ചെയ്യുന്നുണ്ട്. ഹണ്ടഡ് ആനിമൽസ് ഫോർ ഫുഡ്, ഭക്ഷണത്തിനായിട്ട് മൃഗങ്ങളെ വേട്ടയാടുന്നു. എൻഗേജ്ഡ് ഇൻ ഫിഷിംഗ്, കൃഷിയിൽ എൻഗേജ്ഡ് ആണ്. സ്റ്റോൺസ് ആൻഡ് സ്റ്റിക്സ് were used as weapons അല്ലെ. കല്ലുകളും സ്റ്റിക്സുമാണ് ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ദേ ഹണ്ടഡ് ഇൻ ഗ്രൂപ്സ്, കൂട്ടം ചേർന്നല്ലേ, കൂട്ടമായിട്ടല്ലേ അവർ വേട്ടയാടുന്നത്, ഹണ്ട് ചെയ്യുന്നത്. ആൻഡ് ദേ ഷെയർഡ് ദ ഫുഡ് ദേ ഗാതേർഡ്. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യാണ്? അവര് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അവർ ഗ്യാദർ ചെയ്ത ഫുഡ്, അവർ കളക്ട് ചെയ്ത ഫുഡ് അവരെന്ത് ചെയ്യുക? ഷെയർ ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത് അല്ലെ. ക്ലിയർ അല്ലേ? ആ ചിത്രങ്ങളെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതുമാണ് അല്ലെ. നോക്കിക്കേടാ. വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റം ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ദ ഹണ്ടിങ് ആൻഡ് ഗ്യാദറിംഗ്? നമ്മൾ ഈ പറഞ്ഞു വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. ഏതൊക്കെയായിരുന്നു? യെസ്, കറക്റ്റ് ആണ് ഷോൺ. ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, റൂട്ട്സ് ഉണ്ട്, ട്യൂബേഴ്സ് ഉണ്ട്, ഫിഷസ് ഉണ്ട്, എഡിബിൾ ലീവ്സ് ഉണ്ട്, ആനിമൽ ഫ്ലഷ് അല്ലെ, മൃഗങ്ങളുടെ മാംസം തുടങ്ങിയവയെല്ലാം അവർക്ക് ഈ പറയുന്ന വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും ലഭിച്ചതാണ്. അടുത്ത ദിവസം നോക്കിക്കേ. What were the possible conditions that forced early humans to find other ways to obtain food അല്ലെ. ഭക്ഷണം ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദ്യമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? ഒന്ന്, അവർക്ക് സ്കേഴ്സിറ്റി അല്ലെ, ഭക്ഷണത്തിന്റെ ലഭ്യത കുറഞ്ഞു വന്നതോടുകൂടി അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ഇൻ സെർച്ച്, അവർക്ക് ഈ പറഞ്ഞ
ഭക്ഷണം തേടി ഇറങ്ങേണ്ടതായിട്ട് വന്നു. ദെൻ റൈസ് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യ വർധനവ്, ജനസംഖ്യ കൂടിയതല്ലേ, ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നപ്പോ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് തികയാതെ വന്നു, അതൊരു പ്രശ്നമായിരുന്നു. ദെൻ എൻവയോൺമെന്റൽ ചേഞ്ച് അല്ലെ, നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ. ഇത്രയാണ് അവിടെ നമുക്ക് വരുന്ന കാര്യങ്ങൾ. അടുത്ത് നോക്കിക്കേ, വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ ദ അഗ്രികൾച്ചറൽ സൈറ്റ്സ് അല്ലെ, കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കി നമ്മൾ പഠിച്ചു. അവർ കുറച്ച് കഴിഞ്ഞപ്പോ ഈ പറയുന്ന പുഴയുടെയൊക്കെ തീരത്ത് അങ്ങ് സ്ഥിരവാസമാക്കി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അഗ്രികൾച്ചർ സൈറ്റ്സിന്റെയും. എന്നാൽ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം ഗുണങ്ങളായിരിക്കും കിട്ടിയത്? നമ്മൾ പഠിച്ചതാണ്. ദേ കുഡ് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചർ സൈറ്റ്സ് അല്ലെ, കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. കാരണം അവർ മുഴുവൻ നേരം അവിടെയാണല്ലേ. അപ്പൊ മൃഗങ്ങളിൽ നിന്നുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ച് അത് സംരക്ഷിക്കാൻ പറ്റി. There was no need to wander around in search of food. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ് അല്ലെ, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. Get more time to rest. അതേപോലെ തന്നെ കൂടുതൽ സമയം അവർക്ക് വിശ്രമിക്കാനും കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് അഥവാ ഗുണങ്ങൾ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, നിങ്ങളോട് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് വിത്ത് ദ ഹിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ എക്സ്ചേഞ്ച് ഓഫ് ഫുഡും അർബൻ സെന്റേഴ്സ് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങളോട് ഇതൊന്ന് പൂർത്തീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പൂർത്തീകരിക്കാം? യെസ്, നമ്മൾ പഠിച്ചതാണ്. എക്സ്ചേഞ്ച് ഓഫ് ഫുഡിൽ തുടങ്ങി, ഗ്രോത്ത് ഓഫ് മാർക്കറ്റ്സ് അല്ലെ, വിപണികളുടെ വളർച്ച, ഡെവലപ്മെന്റ് ഓഫ് ട്രേഡ് എന്തായിരുന്നു? വ്യാപാരത്തിന്റെ പുരോഗതി, ദെൻ അക്യുമുലേഷൻ ഓഫ് വെൽത്ത് അല്ലെ, സമ്പത്തിന്റെ ശേഖരണം, അതേപോലെ തന്നെ അർബൻ സെന്റേഴ്സ് അഥവാ നഗരങ്ങൾ. ഇത്രയാണ് നമുക്ക് അവിടെ വരുന്ന കാര്യങ്ങൾ. യെസ്, ദാ മിസ്സിനോട് വെള്ളം കുടിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുട്ടികളാ. ഓക്കെ, യെസ് മക്കളെ, അപ്പൊ എല്ലാവരും ഉഷാറല്ലേടാ? നിങ്ങള് സെറ്റ് അല്ലേ? പഠിക്കല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ വേഗം ഉഷാറായിട്ട് ഓരോരോ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒക്കെ പറയാ. അതിന് മുന്നേ ആയിട്ട് നോക്കിക്കേ, നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റില് ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് വരും. വേഗം തന്നെ അത് ഫില്ല് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലോട്ട് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സൂം ആപ്പിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. വേഗം തന്നെ അടിപൊളിയായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് വേഗം തന്നെ നമ്മുടെ സൂമിൽ കയറാട്ടോ. ഓക്കെ, യെസ്, യു ഹാവ് മെറ്റ് മീനു ഫ്രം ദ യൂണിറ്റ് പീലീസ് വില്ലേജ് അല്ലേ, നമ്മുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പീലീസ് വില്ലേജ്. നമ്മൾ പഠിച്ചല്ലേ? യെസ്, ജസ്റ്റ് ലൈക്ക് പീലീസ് ഫ്രണ്ട്സ് there are people around us who come from different social backgrounds അല്ലെ. പീലിയുടെ കൂട്ടുകാരെ പോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് ചുറ്റും, പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്ലൂഡ് ദം ഇൻ അവർ ഹാപ്പി മൊമെന്റ്സ് ഓൾസോ? നിങ്ങൾ തോന്നുന്നുണ്ടോ അവരെ നമ്മുടെ ഹാപ്പി മൊമെന്റ്സിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്? യെസ്, ഷെയർ യുവർ എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. യെസ്, ഇറ്റ് ഈസ് നെസസറി. ഞാനാണെങ്കിൽ പറയും ഉറപ്പായിട്ടും അവരെന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. എവരി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് അല്ലെ. എന്താ പറയുന്നേ? സാമൂഹിക പശ്ചാത്തലം നോക്കാതെ എല്ലാവരെയും നമ്മുടെ സന്തോഷ അല്ലെങ്കിൽ മുഹൂർത്തങ്ങളിൽ ഉൾപ്പെടുത്തണം. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തോ പരിസരങ്ങളിലൊക്കെ ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാലും, അതേപോലെ തന്നെ കല്യാണം വന്നു കഴിഞ്ഞാലും, എൻഗേജ്മെന്റ് ആണെങ്കിലും, എന്ത് പാർപ്പാണെങ്കിലും, എന്ത് സന്തോഷമായിക്കോട്ടെ, എന്ത് ചെയ്യും? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൂടുമല്ലോ എല്ലാവരും കൂടി. സന്തോഷം വരുമ്പോ എല്ലാവരെയും ഉൾപ്പെടുത്തി വേണം നമ്മൾ പങ്കെടുക്കാൻ. അവിടെ നമ്മൾ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലോ സ്ത്രീ പുരുഷൻ എന്ന വേർതിരിവോ ഒന്നുമില്ല എന്നുള്ളതാണ് അല്ലെ. ഇറ്റ് സ്ട്രെങ്തൻ ദ യൂണിറ്റി, ഇക്വാലിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് അല്ലെ. ഇത് നമ്മുടെ ഐക്യവും സമത്വവും, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, നമ്മൾ തമ്മിൽ നല്ല സമത്വമുണ്ട്, അതേപോലെ തന്നെ സൗഹൃദമുണ്ട്. ഇതെല്ലാം കാണിക്കാനായിട്ട് സഹായിക്കും. യെസ്, അടുത്ത നോക്കിക്കേ, you have understood the changes in the attitude of Peely's friends after the visit to village അല്ലേ. വില്ലേജിലോട്ട് വന്നതോട് ശേഷം ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറിയതൊക്കെ നമ്മൾ കണ്ടു. Which statement given below is not suitable to change their attitude? ഇവിടെ പറയുന്നതിൽ ഏതാണ് ഈ മനോഭാവങ്ങളിൽ വന്ന മാറ്റങ്ങളിൽ യോജിക്കാത്തത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം ആയിക്കോട്ടെ. It is possible to lead a happy life of both in village and in city alike. നഗരത്തിലും ഗ്രാമങ്ങളിലും ഒരുപോലെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും. Everyone should be treated equally regardless of language or region അല്ലേ. ഭാഷ, ദേശബോധം ഇതൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പരിഗണന നൽകണം. ലൈഫ് വിത്ത് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് alone is happy. എന്താ പറഞ്ഞേ? മുന്തിയ സൗകര്യങ്ങളുള്ള ജീവിതം മാത്രമാണ് സന്തോഷകരം. My happiness lies in the happiness of others. എന്റെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷമാണ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? വേഗം. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം ആയിക്കോട്ടെ. യെസ്, കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ് അല്ലെ. ഏതാണ്? സി ആണ്.
ലൈഫ് വിത്ത് അഡ്വാൻസ്ഡ് ഫെസിലിറ്റി എലോൺ ഈസ് ഹാപ്പി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ, നമ്മൾ പറഞ്ഞു അർബൻ ഏരിയാസും റൂറൽ ഏരിയാസും തമ്മിലുള്ള കാര്യങ്ങൾ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അർബൻ ഏരിയാസിൽ എങ്ങനെയാണ്, പോപ്പുലേഷൻ കൂടുതലായിരിക്കും, ദെൻ ഫ്ലാറ്റ് ഉണ്ടായിരിക്കും, ഹൈ ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് അല്ലേ, നല്ല ഉയർന്ന രീതിയിലുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. റൂറൽ ഏരിയാസിലാണെങ്കിൽ ധാരാളം കൃഷിയും ഫാം ലാൻഡ്സ്, കൃഷി സ്ഥലങ്ങളും, അതുപോലെ തന്നെ മഡ് ഹൗസസ് അല്ലെ, മഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെളി കൊണ്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേടാ പറഞ്ഞത്? യെസ്. ദെൻ അടുത്ത് നോക്കിക്കോളൂ. വാട്ട് ആർ സം ചലഞ്ചസ് faced by the people living in rural areas അല്ലെ, ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ നേരിടുന്ന കുറച്ച് ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് പറയാം. ലിമിറ്റഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനും സർവീസസിനുമുള്ള ആക്സസ് അവർക്ക് കുറവായിരിക്കും. കാരണം എല്ലാത്തിനും അവരവിടെ പോകേണ്ടി വരും, ഗ്രാമങ്ങളിൽ നിന്ന് വിട്ട് നഗരങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. Then fewer educational institutions and extracurricular activities. Educational institutions, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളല്ലാതെ നമുക്ക് ഓട്ടം, ചാട്ടം, ഡാൻസ്, പാട്ട് ഇതെല്ലാം പഠിക്കണമെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുറവായിരിക്കും അല്ലെ. ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ദെൻ ലോങ്ങർ ഡിസ്റ്റൻസ് ടു ട്രാവൽ ഫോർ ഷോപ്പിംഗ് ആൻഡ് അതർ സർവീസസ്. നമുക്ക് ഷോപ്പ് ചെയ്യണമെങ്കിലും മറ്റ് സർവീസസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ലോങ്ങർ ഡിസ്റ്റൻസ് അല്ലെ, ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടും വരും എന്നുള്ളതാണ് കേട്ടോ. യെസ്. അടുത്ത നോക്കിക്കേ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹോംലി ഫുഡ്? വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലോവർ റിസ്ക് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ, ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിരിക്കും. ദെൻ ഹോം കിച്ചൺസ് ആർ ടിപ്പിക്കലി ക്ലീനർ അല്ലെ, നമ്മുടെ വീട്ടിലുള്ള അടുക്കളയൊക്കെ എങ്ങനെയായിരിക്കും, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടായിരിക്കും അമ്മ സൂക്ഷിക്കുക. ദെൻ ന്യൂട്രീഷണൽ ക്വാളിറ്റി, നല്ല ന്യൂട്രീഷൻസ് ഒക്കെ അടങ്ങിയ ഭക്ഷണമായിരിക്കും തരാം. ദെൻ കൺട്രോൾ ഓവർ ഇൻഗ്രീഡിയൻസ് ഒക്കെ അമ്മ കറിയിൽ ചേർക്കുമ്പോൾ ഉപ്പും എരിവും പുളിയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കിയേ ചെയ്യുള്ളൂ. ഇപ്പതാ ആർക്കാണ് സിനാന് ഇൻഗ്രീഡിയന്റ് ഈ പറയുന്ന എരിവ് കൂടുതലുള്ള കറി കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എരിവ് കുറച്ചുണ്ടാക്കി തരും അല്ലെ. കുക്കിംഗ് അറ്റ് ഹോം ഈസ് ജനറലി മോർ എക്കണോമിക്കൽ എന്നുള്ളതാണ്. ഇത്രയാണ് അഡ്വാൻറ്റേജസ് പഠിക്കാനുള്ളത്. വേഗം എല്ലാവരും മിസ്സിന്റെ ഒപ്പം ഒന്ന് വായിച്ചേ. ലോവർ റിസ്ക് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ്, ഹോം കിച്ചൺസ് ആർ ടിപ്പിക്കലി ക്ലീനർ, ദെൻ ന്യൂട്രീഷ്യസ് ക്വാളിറ്റി, control over ingredients and cooking at home is generally more economical എന്നുള്ളതാണ്. ഓക്കെ ആണോ പറഞ്ഞ മക്കളെ? യെസ്. അടുത്ത നോക്കിക്കേ, വീക്ക്ലി മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് വീക്ക്ലി മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും. എത്ര പേര് പോവാറുണ്ടടാ ഈ വീക്ക്ലി മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലേക്ക്? ഒന്ന് വേവ് ചെയ്തേ ഹാൻഡ്സ്. ഈ പറഞ്ഞ വീക്ക്ലി മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലേക്ക് കൃത്യമായിട്ട് അമ്മ പറയുന്ന കേട്ട് പോയി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്ന എത്ര പേരുണ്ട്? ആ പിന്നല്ലതാ ഹാൻഡ്സ് ഒക്കെ വേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ചു പേരൊക്കെ പോവാറുണ്ട്. ഓക്കെ, അടിപൊളിയാണ്. ഒറ്റയ്ക്ക് പോവാറുണ്ടോ? ഒറ്റയ്ക്ക് പോറായോ? ഇല്ലല്ലേ, അമ്മയുടെ അച്ഛന്റെയോ കൂടെ അല്ലെങ്കിൽ ചേട്ടന്റെയോ ചേച്ചിയുടെ കൂടെയൊക്കെയാണ് പോകാറുള്ളത്. ഓക്കെ, ഒബ്സർവ് ദ പിക്ചേഴ്സ്. ദ ടു ഷോപ്പിംഗ് സെന്റേഴ്സ് ഗിവൺ us ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലെ, വീക്ക്ലി മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും. ഇത് രണ്ടും നമുക്ക് രണ്ട് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. വീക്ക്ലി മാർക്കറ്റിൽ പോകുന്ന പോലെയാണോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന പോലെയാണോ ആഴ്ച ചന്തകളിൽ പോയി കഴിഞ്ഞാൽ? അല്ല. പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് വീക്ക്ലി മാർക്കറ്റ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്. വീക്ക്ലി മാർക്കറ്റുകളെയും സൂപ്പർ മാർക്കറ്റുകളെയും കമ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എന്താ വീക്ക്ലി മാർക്കറ്റിന്റെ പ്രത്യേകത? ഓപ്പൺ സ്പേസും ടെമ്പററി ഷോപ്സും ആയിരിക്കും അല്ലെ. നല്ല തുറന്ന സ്ഥലത്ത് താൽക്കാലികമായിട്ടായിരിക്കും കടകൾ വരുന്നത്. എന്നാൽ സൂപ്പർ മാർക്കറ്റ് എന്താണ്? താൽക്കാലികമാണോ? അല്ല. എന്താണ്? പെർമനന്റ് ആണ്, സ്ഥിരമാണ് അല്ലെ. പെർമനന്റ് ആണ്, സ്ഥിരമാണ്. എല്ലാവരും എഴുതിയേ പെർമനന്റ് ബിഗ് ബിൽഡിംഗ്. ഒന്ന് എഴുതിയ നോട്ടില് പെർമനന്റ് ബിഗ് ബിൽഡിംഗ് എന്നുള്ളത്. യെസ്, ഗുഡ്സ് അറ്റ് ചീപ്പർ റേറ്റ്സ് അല്ലെ. ചീപ്പർ റേറ്റ്സിനാണ് നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നത്. ഇവിടെയാണെങ്കിലോ സാധനങ്ങൾക്ക് എല്ലാം ഫിക്സഡ് പ്രൈസ് ആണ് അല്ലെ. വിലയെല്ലാം എങ്ങനെയാണ്? സ്ഥിരമാണ്. ഫ്രഷ് ലോക്കൽ പ്രോഡക്ട്സ്, അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് നല്ല പുതിയ അപ്പൊ തന്നെ ചെടിയിൽ നിന്നൊക്കെ പറിച്ചെടുത്തിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ലോക്കൽ പ്രോഡക്ട്സ് കിട്ടും. ഇവിടെയാണെങ്കിൽ ദെൻ പാക്ഡ് ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത് അല്ലെ. നല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സ് അവിടെ കിട്ടും. ദെൻ ബാർഗെയിനിങ് പോസിബിൾ. ബാർഗെയിനിങ് അല്ലെ, വില പേശാൻ പറ്റും. ചേട്ടാ 1 കിലോയ്ക്ക് 50 രൂപയ്ക്ക് തരുമോ, 40 രൂപയ്ക്ക് തരുമോ, 30 രൂപയ്ക്ക് തരുമോ എന്നൊക്കെ നമുക്ക് വില പേശാൻ പറ്റും. അതേപോലെ തന്നെ നോ ബാർഗെയിനിങ്. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചേട്ടാ 50 രൂപയുടെ സാധനം എനിക്ക് 40 രൂപയ്ക്ക് തരുമോ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ചോദിക്കുന്നവരുണ്ട് അങ്ങനെ. ഹാരത്തെ നീ ചോദിക്കാറുണ്ടോടാ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട്? യെസ്, ഇവൻ ചോദിക്കോട്ടെ സാറേ. ഇവൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 10 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിക്കുന്ന ആളാണ്.
ഓക്കെ, മോർ പേഴ്സണൽ ഇന്ററാക്ഷൻസ് അല്ലെ, വ്യക്തിപരമായ ഇടപെടൽ കൂടുതലാണ്. ഇവിടെ എങ്ങനെയാണ്, നമ്മൾ പോകുന്നു, ബാഗ് എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റേ ബാസ്ക്കറ്റ് എടുക്കുന്നു, സാധനങ്ങൾ മേടിക്കുന്നു. അതെ അതെ അതെ, കുറച്ച് പേരൊക്കെ അങ്ങനെയാണ്. ഓക്കെ, യെസ്, ഉണ്ണിമായിയൊക്കെ അങ്ങനെയാണോ, നേരെ പോകുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, പോരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് വീക്ക്ലി മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. മക്കളെ പഠിച്ചു കേൾക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാമിന് അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് ടേം പോർഷൻസ് തന്നെയാണ്. എന്നിരുന്നാലും 1-2 ആക്ടിവിറ്റീസ് ഫസ്റ്റ് ടേമിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും അതും കൂടി ഒന്ന് പഠിച്ചേക്കാം. അതാണ് മിസ് ഇന്നത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അറിയാലോ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അറിയാലോ. എല്ലാവരും ഒന്നെടുത്ത് കൈ പിടിച്ചേ. യെസ്, വേഗം എന്താ ഫ്രണ്ടിലിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ കാണണം കേട്ടോ. ബോത്ത് ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയംകാരും ഇംഗ്ലീഷ് മീഡിയംകാരും ഒക്കെ വേഗം എടുത്ത് പിടിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, ദാ ഫസ്റ്റ് പേജ് ഇങ്ങനെ പിടിച്ചു, എല്ലാവരും ഇങ്ങനെ പിടിച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ് മക്കളെ, ഇതാ നോക്കിക്കേ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലാണ്. കുറച്ച് പേര് നമ്മുടെ പുറത്തുനിന്നുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, നമ്മളിത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഓരോ ചാപ്റ്റേഴ്സും ഓരോ സബ്ജക്റ്റും നമ്മുടെ ടീച്ചേഴ്സ് വളരെ കൂടുതൽ സമയം എടുത്ത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ച് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇതിൽ വളരെ ഷോർട്ടാക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിനെയും റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും മോർ ആക്ടിവിറ്റീസും കൂടുതൽ ആക്ടിവിറ്റീസും ഓരോ ചാപ്റ്ററിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും മലയാളം മീഡിയത്തിലാണെങ്കിലും നമ്മൾ ഒരുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ താല്പര്യമുള്ളവർ, മേടിക്കാൻ താല്പര്യമുള്ളവർ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക, എന്താ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വേഗം തന്നെ കളക്ട് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മക്കളൊക്കെ ഒന്ന് കാണിച്ചേ, എല്ലാവരുടെയും കയ്യിലില്ലേ, സെറ്റ് അല്ലേ? ഒന്ന് തുറന്നേ, ഇതാ ഇവരെയൊക്കെ ഒന്ന് കാണട്ടെ, തുറന്നേ. യെസ്, ഒന്ന് തുറന്ന് കാണിച്ചേ. ഇതാ കുറച്ച് പേരൊക്കെ, ഇതെന്താണ് ഫുള്ള് കളറൊക്കെ വെച്ചേക്കാനുള്ള പച്ച മഞ്ഞ നീലയൊക്കെ കളറാണല്ലോ, ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, യെസ്, അപ്പൊ എന്ത് ചെയ്യാ, അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, നോക്കിക്കേടാ, വിച്ച് among the following features does not belong to Peele's feature? പീലീസ് ഫീച്ചർ അല്ലെങ്കിൽ പീലിയെ കുറിച്ച് അല്ലെങ്കിൽ പീലിയുടെ ഗ്രാമത്തെ കുറിച്ച് പെടാത്തത് ഏതാണ്? വാസ്റ്റ് അഗ്രികൾച്ചറൽ ലാൻഡ്, വിശാലമായ കൃഷിയിടങ്ങൾ പെടുന്നുണ്ടോ? പെടുന്നുണ്ടെങ്കിൽ ഹാൻഡ്സ് ഒന്ന് വേവ് ചെയ്തേ. പീലിയുടെ ഗ്രാമമാണെങ്കിൽ യെസ്. ദെൻ ഡിഷസ് യൂസിങ് ഇൻഡീജിയസ് ഫുഡ് ഐറ്റംസ്, നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം. അങ്ങനെയാണെങ്കിൽ 2 കൈയും വീശിക്കുക എല്ലാവരും ഒന്ന്. ദെൻ ബിസി സ്ട്രീറ്റ്സ്, തിരക്കേറിയ നിരത്തുകൾ. ഇതിനാരും അനങ്ങുന്നില്ലല്ലോ സാറേ, അതാണ് പ്രശ്നം തോന്നുന്നുണ്ട്. സി ആണ് പ്രശ്നം തോന്നുന്നുണ്ട് അല്ലേ? ദെൻ സിമ്പിൾ ലൈഫ്, ലളിതമായ ജീവിതമാണ്. യെസ്, കറക്റ്റ് ആണ്. അനങ്ങാതിരുന്നപ്പോ തന്നെ നമുക്കറിയാം ബിസി സ്ട്രീറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ അല്ലേ? അത് നമ്മുടെ പീലിയുടെ ഗ്രാമമല്ല, അത് ടൗണിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ. ഇതാ നോക്കിക്കേ, ഇവിടെ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ? പല പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. Find out the changes in clothing style over the times. നോക്കിക്കേ, write the names. നിങ്ങൾ നോക്കിക്കേ, ഇതേപോലെയാണോ ഇന്നിങ്ങനെ നിങ്ങൾ വസ്ത്രമൊക്കെ ധരിക്കുന്നേ? ജെസ്സെ ഇതേപോലെ ഡ്രസ്സ് കിട്ടുന്ന ആളെ സ്കൂളിൽ പോണവരൊന്ന് ആലോചിച്ച് നോക്കിയടാ. എനിക്ക് തന്നെ ഓർക്കാൻ വയ്യ, ജെസ്സ നാളെ സ്കൂളിൽ മറ്റേ പുലിത്തോലൊക്കെ കൊടുത്ത്, അതെ പുലിത്തോലൊക്കെ കൊടുത്ത് എന്താണ് ജെസ്സെ, സീനായിരിക്കും അപ്പൊ നാളെ. ഓക്കെ, അപ്പൊ നോക്കി, ഫൈൻഡ് ഔട്ട് ദ ചേഞ്ചസ് ഇൻ ക്ലോത്തിങ് സ്റ്റൈൽ ഓവർ ദ ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? വസ്ത്രധാരണ രീതിയിൽ ഉണ്ടായ മാറ്റത്തെ കുറിച്ച് എന്തെല്ലാം കണ്ടെത്തലുകൾ നടത്താനാകും, അതിന്റെ കാരണങ്ങൾ കൂടി എഴുതുക. ഞാൻ അടുത്ത് നോക്കിക്കേ, which among the following is not a handloom center? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കാലഘട്ടത്തിനനുസരിച്ച് തന്നിരിക്കുന്നവയിൽ കേരളത്തിന്റെ കൈത്തറി കേന്ദ്രമല്ലാത്തത് ഏതൊക്കെയാണ്? ബാലരാമപുരം നമ്മൾ പറഞ്ഞു അല്ലെ, ദെൻ കുത്താമ്പുള്ളി പറഞ്ഞു, ആറന്മുള പറഞ്ഞു, കണ്ണൂർ പറഞ്ഞു. ആറന്മുള കണ്ണാടിയൊക്കെയാണല്ലേ പ്രസിദ്ധമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതും അല്ല. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ആറന്മുളയാണ്, ഓട് 1 അല്ലെ. ബാക്കി എല്ലാം എന്താണ്? കൈത്തറിയാണ്, കൈത്തറി കേന്ദ്രമാണ്. ABCD. ഓക്കെ, സി ആണ് ഓട് 1 കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വന്ന ചേഞ്ചസ് എന്നുള്ളത്. ഫ്രം നാച്ചുറൽ ലീവ്സ്, നമ്മൾ എങ്ങനെയായിരുന്നു പ്രകൃതിയിൽ ഒന്നുണ്ടായിരുന്ന ഇലകളും കാര്യങ്ങൾക്കൊക്കെ പകരമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കോട്ടണും സിൽക്കൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെ? അതേപോലെ തന്നെ കൃത്രിമമായിട്ടുള്ള നാരുകളൊക്കെ ഉണ്ടാക്കി, ആ നാരുകൾ വെച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും, അതേപോലെ തന്നെ വീവിംഗ് ട്രേഡ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. എന്താ പറഞ്ഞാൽ ആദ്യത്തെ വീട്ടിലിരുന്ന് നെയ്തിരുന്നതിൽ നിന്ന് മാറി പുതിയ യന്ത്രങ്ങളും മെഷീൻസ് ഒക്കെ കണ്ടുപിടിച്ച് പുതിയ ടെക്നോളജി മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് വളർന്നു. ഗ്ലോബലൈസേഷൻ, അതേപോലെ തന്നെ ആഗോളീകരണം ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, യെസ്.
അപ്പൊ മക്കളെ ദാ അറിയാലോ, നമ്മള് ജാനുവരി ഫസ്റ്റ് വീക്കോട് കൂടി നമ്മുടെ നൈറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മുടെ 10th +1 +2 ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ലൈവ് ക്ലാസ് നൈറ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങളെ കാണിച്ചു എന്തിനാ നിങ്ങൾക്ക് കാണിച്ചു തന്നത്? യെസ്, കറക്റ്റ് ആണ്. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ 10th +1 +2 പഠിക്കുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ സയൻസിനും കൊമേഴ്സിനും ഒരുപോലെ നമ്മൾ ജാനുവരി 1-ാം തീയതിയോട് കൂടി നൈറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവരോട് വേഗം ജോയിൻ ചെയ്തോളാൻ പറഞ്ഞെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തേക്കാ. ഉഷാറായിട്ട് പഠിക്കാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ അല്ലേ പറഞ്ഞത്? യെസ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, നോക്കിക്കോളൂ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റിൽ ഇപ്പോഴും നമ്മൾ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5th മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് സയൻസ് കൊമേഴ്സ് വിഷയങ്ങൾ എടുത്ത് പഠിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അതേപോലെ തന്നെ CBSE അല്ലേ, CBSE സ്റ്റുഡൻസിനും ഒരുപോലെ നമ്മുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഒട്ടും തന്നെ വൈകിക്കാതെ നമ്മുടെ മെയിൻ എക്സാമിന് മുന്നോടിയായിട്ട് വേഗം 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 ജോയിൻ ചെയ്യാം. ഉഷാറായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ the burden of human labor increased and it became the reason for clothing diversity അല്ലെ. നമ്മൾ ഈ പറഞ്ഞു പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇന്ന് ഏത് സാധനങ്ങളൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് ജോലി ഭാരമായിരുന്നു അല്ലെ. അതൊക്കെ ഇപ്പൊ കുറഞ്ഞില്ലേ, മെഷീൻസ് ഒക്കെ വന്നതോടുകൂടി. ഇറ്റ് ബിക്കെയിം പോസിബിൾ ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി ക്ലോത്ത്സ് അല്ലെ, നല്ല ഉയർന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. Okay, write a short note on explaining synthetic fiber used in clothing production അല്ലെ. വസ്ത്ര നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? യെസ്, ഇവിടെ നമുക്ക് ഓപ്ഷൻ എ ആണ് വരുന്നത്. The burden of human labor increased. Wrong, it is decreased. ഇതാണ് തെറ്റല്ലേ, ബാക്കി എല്ലാം കറക്റ്റ് ആണ്. കാരണം ഇപ്പൊ ബർഡൻ എന്ത് ചെയ്തു, കുറഞ്ഞു മെഷീൻസ് വന്നതോടെ എന്നുള്ള കേട്ടോ. നോക്കിക്കേ, synthetic fibers അഥവാ കൃത്രിമ നാരുകൾ എന്താണ്? Synthetic fibers are produced from chemicals such as petroleum. Synthetic fibers are generally less expensive to produce clothes than natural fibers. എന്താ പറയുന്നത്? പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളെക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിക്കുന്നതിന് ചെലവ് എങ്ങനെയാണ്, കുറവാണല്ലേ. അതേപോലെ തന്നെ it also have the advantage of not wrinkling quickly. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല, പെട്ടെന്ന് ചുളിവുണ്ടാവില്ല അല്ലെ. പോളിസ്റ്റർ, നൈലോൺ, റയോൺ ഇതൊക്കെയാണ് സിന്തറ്റിക് ഫൈബേഴ്സിന്റെ ഉദാഹരണം. ഓക്കെ, അപ്പൊ മക്കളെ നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും അല്ലെ, പ്രകൃതിദത്ത നാരുകളും അതേപോലെ തന്നെ കൃത്രിമ നാരുകളും പഠിച്ചിട്ട് പോയേക്കാട്ടോ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഇവിടെ നമ്മളിതാ ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ. എന്താ പറയുന്നേ? യങ് മാൻ ഗേവ് ജോബ്സ് ടു മെനി ഫാമിലീസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെ. ഒരു സ്വയം തൊഴിൽ ചെയ്തുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, നിരവധി കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകി എന്നാണ് പറയുന്നത്. ഇനി എ ഹോം മേക്കർ ഏൺ 50,000 പെർ മന്ത് ത്രൂ ദ സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെ. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ പ്രതിമാസം 50,000 രൂപ വരെ ഒരു വീട്ടമ്മ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പ്രിപ്പയർ 4 questions to interview an entrepreneur who has achieved the success in life through a self employment അല്ലെ. സ്വയം തൊഴിലിലൂടെ എന്താ പറയുന്നത്, സ്വയം തൊഴിലിലൂടെ സെൽഫ് എംപ്ലോയ്മെന്റിലൂടെ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിജയിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് അയാളോട് ചോദിക്കും? എത്ര കാണിക്കും? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ? ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്നാൽ നിങ്ങളോട് ആകെ 4 ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ടേ പരീക്ഷയ്ക്ക് പറഞ്ഞിട്ടുള്ളൂ. യെസ്, ആരാണത്? ആരാണത്? വന്നല്ലോ നമ്മുടെ താരം. ആരാണ്? നേഹ മിസ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് തയ്യാറാക്കാം കേട്ടോ. അടുത്ത ദിവസം നോക്കിക്കേടാ. ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കെയിം യൂസ്ഫുൾ ടു അസ്? എങ്ങനെയാണ് വസ്ത്രം നമുക്ക് എന്തെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താം? എങ്ങനെയാണ്? പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ് അല്ലേ, തണുപ്പിൽ നിന്നുള്ള സംരക്ഷണമുണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, ചൂടിൽ നിന്നുള്ള സംരക്ഷണമുണ്ട്. ദെൻ മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ അഥവാ ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവരെല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ. എല്ലാ ടീച്ചേഴ്സും ക്യാപ്പൊക്കെ വെച്ച് വരുന്നു സാറേ. എല്ലാ ടീച്ചേഴ്സും ക്രിസ്മസ് വൈബ് അല്ലേടാ, അതല്ലേ നമ്മൾ ക്യാപ്പൊക്കെ വെച്ചിട്ട് വരുന്നേ. ഒരു കാര്യം ചെയ്യാം, അടുത്ത ദിവസം നിങ്ങളും ക്യാപ്പ് വെച്ച് കയറിക്കോട്ടോ. ഓക്കെ, അടുത്ത ദിവസം മുതൽ എല്ലാ ലൈവിനും ക്യാപ്പും. അപ്പൊ നമ്മൾ മൊത്തം സാൻഡാസ് ആയി പോലെ ക്ലാസ്സില്. അപ്പൊ അത് വേണ്ട, അത്രയ്ക്ക് വേണ്ട. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, തൊപ്പി വെച്ച് കയറിക്കോട്ടെ എല്ലാവരും അടുത്ത ദിവസം മുതൽ ക്ലാസ്സില്. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ,
അടുത്തൊക്കെയാടാ പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ് അല്ലെ, പ്രാണികളിൽ നിന്നുള്ള സംരക്ഷണമുണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ജേംസ്, രോഗാണുക്കളിൽ നിന്നുള്ള സംരക്ഷണമുണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് പൊല്യൂട്ടൻസ് അല്ലെ, പൊടിപടലങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണമുണ്ട്. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ UV റേസ് അല്ലെ, സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുള്ള സംരക്ഷണമുണ്ട്. ഓക്കെ, ഇവര് പറഞ്ഞപ്പോഴേക്കും എന്റെ തൊപ്പിയൊക്കെ പോയി. ഓക്കെ, കറക്റ്റ് ടൈമിന് തൊപ്പി പോയി, നിങ്ങൾ പറഞ്ഞു കളയിപ്പിച്ചതാണല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ് ആസ് ക്ലോത്തിങ്? എന്തെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രങ്ങളായി ഉപയോഗിച്ചത്? വേഗം 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 എന്ന് പറഞ്ഞേ. ബാർക്ക് ഓഫ് ട്രീസ് അല്ലേ, മരങ്ങളുടെ പുറംതൊലി ഉപയോഗിച്ചിരുന്നില്ലേ? യെസ്, കറക്റ്റ് ആണ്. ആനിമൽ സ്കിൻസ്, മൃഗങ്ങളുടെ തൊലി. ദെൻ ബ്രോഡ് ലീവ്സ് ആൻഡ് ഗ്രാഫ്സ് അല്ലെ, വലിയ ഇലകളും പുല്ലും ഒക്കെ എന്തായിരുന്നു ആദിമ മനുഷ്യര് വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. കണ്ടോ, സ്പിന്നിങ് മെഷീൻ ഒക്കെ കണ്ടോ, കൊള്ളാം അല്ലെ. ഹാൻഡ്ലൂം ഒക്കെ കണ്ടില്ലേ? യെസ്, ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം വാസ് ദ ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ് അല്ലെ, വസ്ത്ര നിർമ്മാണ മേഖലയിൽ ഒരു വലിയ 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 കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം, ഒരു ചേഞ്ച്, വലിയൊരു മാറ്റമാണ് ആര് കൊണ്ടുവന്നത്? ഈ ഹാൻഡ്ലൂം മെഷീൻ വന്നതോടുകൂടി വന്നതല്ലേ. ദ ക്ലോത്ത്സ് വെർ കളേർഡ് വിത്ത് ഡൈ മെയ്ഡ് ഫ്രം ഇൻഡിഗോ, ഇൻഡിഗോ നിന്ന്, നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം പല പല കളറുകളൊക്കെ ആയിട്ട് മുക്കി മാറ്റി എടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ദ ടെക്നിക്സ് ഓഫ് വീവിംഗ് ബിക്കെയിം മോർ പോപ്പുലർ ഓവർ ദ ഇയേഴ്സ്. വർഷങ്ങൾ കടന്ന് 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 മുന്നോട്ട് പോകും തോറും ട്രെൻഡ്സിന്റെ സ്റ്റൈല് മാറിയല്ലേ. ട്രെൻഡ്സിന്റെ ആണോ? ട്രെൻഡ്സ് മാറി, അപ്പൊ ഡ്രസ്സസിന്റെ സ്റ്റൈലും മാറിയല്ലേ. ഇന്ന് ദ ബാഗി യുഗമാണ് നമ്മൾ ഇരിക്കുന്നത്. There are many handloom centers in Kerala too. അല്ലെ, കേരളത്തിൽ ഇന്ന് നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞോട്ടോ. നിങ്ങളോട് ചോദിക്കും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എന്താണ്? തിരുവനന്തപുരം, കണ്ണൂരൊക്കെ നമ്മൾ പറഞ്ഞൂലേ. ഏതായിരുന്നു? ബാലരാമപുരം പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയിലെ. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? കുത്താമ്പുള്ളി അല്ലെ, തൃശ്ശൂരിലെ കുത്താമ്പുള്ളി. അതേപോലെ തന്നെ കണ്ണൂരാണ്. ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹാൻഡ്ലൂം സെന്റേഴ്സ് അഥവാ കൈത്തറി കേന്ദ്രങ്ങൾ. കണ്ടോ, കൈത്തറി വസ്ത്രങ്ങളൊക്കെ കണ്ടോ? കഴിഞ്ഞ ഓണത്തിന് നമ്മൾ പറഞ്ഞിരുന്നു മക്കളെ എന്താണ്, എല്ലാവരും എന്താ നല്ല അടിപൊളിയായിട്ടുള്ള കസവിന്റെ സെറ്റ് സാരിയോ സെറ്റും മുണ്ടും പട്ടോ ആവാടെയൊക്കെ ഇട്ട് സുന്ദരന്മാരും സുന്ദരിമാരൊക്കെ ആയിട്ടിരിക്കാൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ നമുക്ക് അത് പറയാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും തൊപ്പി വെച്ചിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, സ്പിന്നിങ് ജെന്നി ആണ് കേട്ടോ. ഇതെന്താ? സ്പിന്നിങ് ജെന്നി ആണ് ഈ കാണുന്നത്. നോക്കാം. The changes brought by the use of machinery in the manufacturing of clothes അല്ലെ, യന്ത്രങ്ങളുടെ ഉപയോഗം വസ്തു നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ. എല്ലാവരും ഫുഡ് പ്രൊഡക്ഷൻ ആണോ? ഒന്നൂടാ അല്ല, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ് അല്ലെ, വസ്ത്ര ഉൽപാദനം കൂടി. മെഷീൻസ് ഒക്കെ വന്നതോടുകൂടി ഒരുപാട് 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 പ്രൊഡക്ഷൻ തുടങ്ങി. റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ അല്ലെ, മനുഷ്യരുടെ അധ്വാന ഭാരത്തിൽ കുറവുണ്ടായി. ദെൻ ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് അല്ലെ, വസ്ത്രങ്ങളിലെ വൈവിധ്യം. ദെൻ ക്വാളിറ്റി ഓഫ് ക്ലോത്തിങ്, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ. സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, വസ്ത്രങ്ങളുടെ വ്യാപനം. റെഡ്യൂസ്ഡ് ലേബർ കോസ്റ്റ് അല്ലെ, ഉൽപാദന ചിലവ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ സ്പീഡ്, സമയം എടുത്തു ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഇപ്പൊ എങ്ങനെയായി തുടങ്ങി? പെട്ടെന്ന് 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 ഉൽപാദനക്ഷമത കൂടി എന്നുള്ളതാണ് കേട്ടോ. നോക്കിക്കേ, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ദ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ് ഫ്രം വിച്ച് ദ നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞേ. വൂൾ, കമ്പിളി എവിടെ നിന്നാ കിട്ടുന്നേ? ചെമ്മരി ആടല്ലേ, ഷീപ്പിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ വീഡിയോസിലൊക്കെ ആയിട്ട് ചെമ്മരി ആടിനെ ഇങ്ങനെ ഷേവ് ചെയ്യുന്ന പോലെ എടുക്കുന്നത്. യെസ്, സിൽക്ക് അഥവാ പട്ട് സിൽക്ക് വോമിൽ നിന്നാണ് അല്ലെ, പട്ടുനൂൽ പുഴുവിൽ നിന്ന്. യെസ്, കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ട് സരജ്, കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ട്, ചാറ്റിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടിട്ടുള്ളവരെല്ലാവരും കുറച്ച് ചെമ്മരി ആടിനെ ഇട്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ വേഗം 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 കുറച്ച് ഇമോജീസ് ഒക്കെ സെൻഡ് ചെയ്തേ. കോട്ടൺ അഥവാ പരുത്തി, കോട്ടൺ പ്ലാന്റ് അഥവാ പരുത്തി ചെടിയിൽ നിന്നാണ്. ജൂട്ട് പ്ലാന്റിൽ നിന്നാണ്. ഓക്കെ അല്ലേടാ പറഞ്ഞത്? സെറ്റ് അല്ലേ? യെസ്, നമ്മൾ ചെയ്തൊരു ആക്ടിവിറ്റി ആണ് അല്ലെ. ഇത് ഓരോ സിറ്റുവേഷനെ അനുസരിച്ച് തിരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. നമ്മൾ ഓരോരോ കലാരൂപങ്ങളെ കുറിച്ച് പറഞ്ഞതല്ലേ. കഥകളി, മോഹിനിയാട്ടം, ഒപ്പന, അതേപോലെ തന്നെ ചവിട്ട് നാടകം, മാർഗംകളി, അങ്ങനെ ഒരുപാട് 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 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? ഒബ്സർവ് ദ കോസ്റ്റ്യൂം. കോസ്റ്റ്യൂം ഒബ്സർവ് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ ഏതൊക്കെയാണ്. ചില കോസ്റ്റ്യൂം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലെ. തിരുവാതിരയുടെ കോസ്റ്റ്യൂം പോലെയാണോ മാർഗംകളിക്കാരിടുന്നത്? അല്ല, രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. യെസ്, അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കഥകളി കണ്ടു, തെയ്യം കണ്ടു, മോഹിനിയാട്ടം, കേരള നടനം കണ്ടോ? കേരള നടനം നോക്കിക്കേ, ഇതിൽ എവിടെ കേരള നടനം? യെസ്, കേരള നടനം കണ്ടു. ദെൻ ഒപ്പന,
ചവിട്ടു നാടകം അല്ലെ, ഇതെല്ലാം എന്താണ് പല 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 നമ്മൾ ഈ കണ്ട നമ്മുടെ കലാരൂപങ്ങൾ അഥവാ ആർട്ട് ഫോംസ് ആണ് അല്ലെ. ഓക്കെ അല്ലേ? വസ്ത്രം നോക്കി നമ്മൾ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞു. യെസ്, അടുത്ത നോക്കിയടാ, എംപ്ലോയ്മെന്റ് സെക്ടേഴ്സ് ഇൻ ക്ലോത്ത് മാനുഫാക്ചറിങ് അല്ലെ, വസ്ത്ര നിർമ്മാണ രംഗത്തെ അല്ലെങ്കിൽ മേഖലയിലെ പ്രധാന തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. നെയ്ത്ത് അല്ലെ, വസ്ത്രാലങ്കാരം കോസ്റ്റ്യൂം ഡിസൈനിങ് ഉണ്ട്, ദെൻ തുന്നൽ അഥവാ സ്യൂയിങ് ഉണ്ട്, എംബ്രോയിഡറി നമ്മളിപ്പോ അമ്മയൊക്കെ നിങ്ങളുടെ വീട്ടിൽ പറയുന്നുണ്ടാവില്ലേ ഇതിന് എംബ്രോയിഡറി ചെയ്യാനായിട്ട് അടുത്ത കടയിൽ കൊടുക്കണം അല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയാറില്ലേ. യെസ്, ഡിസൈനിങ് ഉണ്ട് അല്ലെ, ഡിസൈനിങ് ഉണ്ട്, ചായ മുക്കൽ അഥവാ ഡൈയിങ് കളർ മാറ്റാനായിട്ട് ചായ മാറ്റാനായിട്ട് നമ്മൾ കൊടുക്കാറില്ലേ, പച്ച നിറം മഞ്ഞ നിറം പല പല നിറങ്ങള്. അതേപോലെ തന്നെ നൂൽപ്പ് അഥവാ സ്പിന്നിങ്, ഇങ്ങനെ പല 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 മേഖലകൾ നമുക്ക് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്താണ് വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള തൊഴിലുകളാണ്. ഓക്കെ, അടുത്തതാണ് ഇൻകം അഥവാ വരുമാനം. എന്താണ് മക്കളെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേഗം വേഗം ഒന്ന് പറഞ്ഞേ, എന്താണ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻകം ഈസ് ദ money received by a person over a period of time as a result of engaging in various activities അല്ലെ, വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വിവിധ അറിയാലോ സാറേ, ടോം എടുത്തെടുത്ത് വീശിയാണ് കാശങ്ങ് സുമ്മാവാ. ഇൻകം എഴുതിയിരിക്കുന്നല്ലേ, സാറാണ് എഴുതിയത് ആയിരുന്നല്ലേ, ഉള്ളിൽ വന്നു അല്ലെ. മക്കളെ ഈ ഇൻകം എഴുതിയത് സാറല്ല കേട്ടോടാ, നമ്മുടെ സ്വന്തം റെൻസോ സാറാണ് എഴുതിയത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ റെൻസോ സാറിന് കൊടുത്തേക്കണം. ഇവരാരെങ്കിലും ഇത്ര നേരോട് ചോദിച്ചാൽ നോക്കി സാറേ റെൻസോ സാർ എവിടെയാണ്, ഒരു ദിവസമെങ്കിൽ ഒരു ചാപ്റ്റർ എടുക്കാൻ നിങ്ങൾക്ക് വന്നേലേടാ സാറ്. അത് എന്ത് ചെയ്യാനാണ്, ഫാൻസ് മൊത്തം കുബിയാമസിനായി പോയി. ഓക്കെ, റെൻസോ സാർ വരും കേട്ടോ, അടുത്ത ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ ദ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ റിവാർഡായിട്ട് അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു തുകയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പണം നിന്ന് അല്ലെങ്കിൽ വരുമാനമായിട്ട് പറയുന്നില്ലേ. രാവിലെ അച്ഛൻ ജോലിക്ക് പോകുന്നു, മാസം ആദ്യം ആവുമ്പോൾ അച്ഛൻ എന്താ പറയാ, എനിക്ക് സാലറി കിട്ടിയിട്ടോ. അപ്പൊ അത് ചോദിക്കുക, അപ്പൊ അച്ഛനോട് അച്ഛാ എനിക്ക് പുതിയ കളറിംഗ് പെൻസില്, പുതിയ ബുക്ക് ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? പുതിയ ഡ്രസ്സ്, ക്രിസ്മസ് ആയി കഴിയുമ്പോ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം ഉണ്ടോ, പറയാറുണ്ടോ? കുറച്ച് പേര് പറയും, വേറെ കുറച്ച് പേരൊക്കെ ഇപ്പൊ നോക്കി അവന്തികയൊക്കെ ഒന്നും പറയാറില്ല കേട്ടോ, വളരെ എല്ലാം മനസ്സിലാക്കുന്ന കുട്ടികളാണ്. അച്ഛന് വിഷമാവും എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കുന്ന കുട്ടിയാണ്. ഓക്കെ, യെസ്, അടുത്തത് എംപ്ലോയ്മെന്റിലേക്ക് പോവാം. തൊഴിൽ. യെസ്, എംപ്ലോയ്മെന്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ പേഴ്സൺ ഫിസിക്കലി ഓർ ഇന്റലക്ച്വലി. എന്താ പറയുന്നേ? ഫിസിക്കൽ കായികമായോ അല്ലെങ്കിൽ ഇന്റലക്ച്വലി ഭൗതികമായോ ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്തായിട്ട് പറയും? തൊഴിൽ അഥവാ എംപ്ലോയ്മെന്റ് ആയിട്ട് പറയും അല്ലെ. ഇറ്റ് ഈസ് ദ റിവാർഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജസ് ഓർ സാലറി അല്ലെ. വേജസിന്റെ രൂപത്തിലോ ശമ്പളമായിട്ടോ കൂലിയായിട്ടോ കിട്ടുന്ന റിവാർഡാണത്. എംപ്ലോയ്മെന്റ് ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽസ് അല്ലെ. ഓരോ വ്യക്തികളുടെയും പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. പണിയെടുത്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? പണം കിട്ടുകയുള്ളൂ. പണം കിട്ടിയാലേ നമ്മുടെ ബേസിക് നീഡ്സും ആവശ്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് വരുമ്പോ ആ പാട്ട് ഇടണമെന്നാണ് ഞാൻ കരുതിയത്. നമ്മുടെ പാട്ടുണ്ടല്ലോ സാറേ, മലയാളി എന്നും മണ്ണിൻ, ബാക്കി ഞാൻ പാടുന്നില്ല കേട്ടോ. ഇത് ഈ മലയാളിനെ കണ്ടു കഴിഞ്ഞാൽ പാടാൻ തോന്നാത്തോണ്ട് ഞാൻ പാടുന്നില്ല. ഓക്കെ, വാട്ട് എംപ്ലോയ്മെന്റ് ഡു യു വിഷ് ടു ഡു ഇൻ ഫ്യൂച്ചർ? ഏത് തൊഴിലാണ് ഭാവിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിൽ? ഏതാണ്? വേറൊരു സാധനം വരും കേട്ടോ, അതാണ് മെയിൻ സാധനം. ശരിക്കും എന്നോട് പറഞ്ഞത് ഇത് നിങ്ങളെ കാണിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതൊന്ന് അതെ അതെ എ ആണെന്ന് പറയും. ഹെയ്റ്റേഴ്സ് ആണ് പറയണല്ലേ. ഇപ്പൊ എ വന്നിരിക്കുന്നതൊക്കെ ഹെയ്റ്റേഴ്സ് ആണല്ലോ സാറേ. ഓക്കെ, അപ്പൊ ഹെയ്റ്റേഴ്സ് പറയും പുള്ളി എ ആക്കിയതാണെന്ന്. പക്ഷെ അല്ല, ആക്ച്വലി നിങ്ങളുടെ റെൻസോ സാർ ഒരു പോലീസ്മാൻ ആണ്. അടുത്ത ദിവസം വരുമ്പോ ചോദിച്ചോ, ഞാൻ ഈ സത്യം നിങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യം നിങ്ങൾ അറിയിക്കേണ്ട, ചോദിച്ചാൽ മതി. സാറിന് ഞാൻ ഇന്ന സ്റ്റേഷനിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അവിടെ പിടിക്കാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ അറ്റ് എ ടൈം എന്താണ് കർഷകനായിട്ടും പിന്നെ കാക്കി വസ്ത്രം ധരിച്ച ഉദ്യോഗസ്ഥനായിട്ടും രണ്ട് രീതിയിലും പെരുമാറുന്ന വ്യക്തിയാണ്. വേറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, രൗദ്രഭാവമുള്ള. ഇനിയിപ്പൊ ട്വിന്നാണെന്ന് പറഞ്ഞു കേട്ടോ സാറേ, അത് ആണോ? ഓക്കെ, വേജസ് ആൻഡ് സാലറി അഥവാ കൂലിയും ശമ്പളവും നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. നോക്കിക്കേ, wages is paid by the employer to the employee for performing services under a contract അല്ലേ. നോക്കിക്കേ, ഒരു എന്താണ് ഒരു കരാറ് പ്രകാരം ഇത്ര നാള് പണിയെടുക്കുമ്പോൾ എംപ്ലോയിക്ക് കൊടുക്കുന്ന അല്ലേ, എംപ്ലോയറും എംപ്ലോയിക്ക് കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ്
കൂലി എന്ന് പറയുന്നത് വേജസ് ഈസ് ഫിക്സഡ് ഓൺ അവർലി ഓർ ഡെയിലി ബേസിസ് അല്ലെ. വേജസ് എങ്ങനെയാണ് നമ്മൾ അവർലി മണിക്കൂർ കണക്കിലോ അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. മന്ത്ലി ബേസിസിലും കൊടുക്കാറുണ്ട്. എന്നാലും ഇത്ര മണിക്കൂർ പണിയെടുത്തെങ്കിൽ 2 മണിക്കൂറുള്ള കൂലി അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ടല്ലേ. ഇപ്പൊ വീട്ടിൽ ചിലപ്പോൾ ചെറിയ പണിയൊക്കെ ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വേജ് കൊടുക്കാറില്ലേ. യെസ്, അതാണ് ആ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത നോക്കിക്കോളൂ. ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം വേരിയസ് സോഴ്സസ് ഗിവൺ ബിലോ. നോക്കിക്കേ, അഗ്രികൾച്ചർ കൃഷിക്ക് കിട്ടുന്ന ഇൻകം എന്താടാ? ക്രോപ്പ് ആണല്ലേ, വിളയാണ് കൃഷിക്ക് കിട്ടുന്നത്. ദെൻ എംപ്ലോയ്മെന്റ് തൊഴിലിന് കിട്ടുന്നത് വേജസ് ഓർ സാലറി അല്ലെ, കൂലി അഥവാ ശമ്പളമാണ്. ബിസിനസിന് പ്രോഫിറ്റ് അഥവാ ലാഭമാണ്. ദെൻ ബാങ്ക് ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് അഥവാ പലിശയാണ്. അസറ്റ്സിന് റെന്റോ വാടകയോ ലീസ് പാട്ടത്തിനോ കൊടുക്കാം നമുക്ക്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഷെയർ ആയിട്ടോ ഡിവിഡന്റ് ലാഭവിഹിതമായിട്ടും കൊടുക്കാവുന്നതാണ്. ലീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാട്ടത്തിന് കൊടുക്കുക. കുറച്ച് നാളൊക്കെ നമ്മളിപ്പോ 1-2 മാസം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ ഉപയോഗിക്കാനായിട്ട് അവർക്ക് എന്ത് ചെയ്യും? പാട്ടത്തിന് നമ്മൾ കൊടുക്കും. ആ പീരീഡ് കഴിയുമ്പോൾ നമ്മളത് തിരിച്ചെടുക്കും എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഓണർഷിപ്പ്. സ്വന്തമായിട്ട് വിൽക്കില്ല നമ്മൾ, പകരം പക്ഷെ അത്രയും നാൾ ഉപയോഗിക്കാനുള്ള ഓണർഷിപ്പ് മാത്രം കൊടുക്കും. യെസ്, അടുത്ത് നോക്കിക്കേ, ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം അല്ലെ. അടുത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഡിവിജ്വൽ ഇൻകം ഫാമിലി ഇൻകം പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് ഇൻഡിവിജ്വൽ ഇൻകം അഥവാ ഫാമിലി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ ദ പീപ്പിൾ ഫ്രം വേരിയസ് സോഴ്സസ് അല്ലെ. പല സോഴ്സസിൽ നിന്ന് പല മാർഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകത്തെയും നമുക്ക് എന്ത് വിളിക്കാം? പേഴ്സണൽ എന്ന് വിളിക്കാം അല്ലെ. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണത്. ഫാമിലി ഇൻകം, ഇറ്റ് ഈസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഡ്യൂറിങ് എ സർട്ടൻ പീരീഡ് അല്ലെ. ഫാമിലി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി കിട്ടുന്നതാണോ? അല്ല, ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും അല്ലെ ഇൻകം റിസീവ്ഡ് ബൈ ദ ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി. ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും കൂടി കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? ഫാമിലി ഇൻകം പറയുന്നത്. ഓക്കെ ആണോ? യെസ്, അങ്ങനെയാണെങ്കിൽ ദാ ഫാമിലി ഇൻകം ഒക്കെ കയ്യിൽ നിറച്ച് മേടിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട് കേട്ടോ. കണ്ടോ ആ കുട്ടിയെ നിങ്ങൾ? യെസ്, ഓക്കെ. യെസ് സാറേ, കഴിഞ്ഞ ദിവസം സിൻഡ്രല്ല ആയിട്ട് നേഹാമസ് ഇവിടെ വന്നിരുന്നോ? സിൻഡ്രല്ല ആയിട്ട് അറിഞ്ഞോ നിങ്ങള്? മിസ് അതിന് ശേഷം ഇതൊരു ഡ്രസ് ഒന്നും മാറിയിട്ടില്ലെന്നാണ് നമ്മൾ അറിഞ്ഞേട്ടോ. വാടകയ്ക്ക് എടുത്തതാണ് 2 ദിവസത്തേക്ക്. ഇവരോട് പറയുന്നാണ് പറഞ്ഞ വാടകയ്ക്ക് എടുത്തതെന്ന്. 6th പോയല്ലേ? 6th പോയത് മക്കളെ. അടുത്ത ദിവസം നിങ്ങളെ കാണാനും വരും കേട്ടോ. വാടകയ്ക്ക് എടുത്ത് വെച്ചേക്കുന്ന ഡ്രസ്സായിട്ട് ഇവിടെ നടപ്പുണ്ട് 2 ദിവസമായിട്ട്. 7th പോയി എന്നാണ് അറിഞ്ഞത്, 6th പോയി. പിന്നെ പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ അറിഞ്ഞത് പുള്ളി വാടകയ്ക്ക് എടുത്തതെന്നാണ്. എവിടെന്നോ കിട്ടിയെന്നൊക്കെയാണ് അറിഞ്ഞത്. അടുത്ത ദിവസം ഇവിടെ വരും കേട്ടോ. സാധനോട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോ. അപ്പൊ അടുത്ത ദിവസം ഇവിടെ വരുമ്പോ നിങ്ങൾ ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇടണം കേട്ടോ. അപ്പൊ മിസ് ചോദിക്കും നിങ്ങൾ എന്താ ചിരിക്കാത്തേന്ന്. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ് മിസ് എന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, പറഞ്ഞിട്ടേക്കാം. ഓക്കെ, ഡിഫറെന്റ് എംപ്ലോയ്മെന്റ്സ് അഥവാ തൊഴിലുകൾ വിവിധ തരം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ പിക്ചറൊക്കെ നോക്കിക്കേടാ. ഇത് ആദ്യം വന്നതാരാ? AI ഡോക്ടർ ആണോ? അതെ, ഡോക്ടർ ആണ്. ദെൻ അടുത്തതാരാ? ഒരു കുട്ടി എന്ന് ഒരു പശുവിനെയൊക്കെ കാണിക്കുന്നുണ്ട്. പശു ഉണ്ട് അടുത്ത്. എന്തായിരിക്കും അത്? നോക്കാം. ഇതിന് അടുത്ത കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, വേൾഡ് ടീച്ചേഴ്സ് ഡേ. ലാലേട്ടൻ ടീച്ചർ ആയത് ഇതേപോലെ ഇപ്പൊ ഉണ്ട് ലാലേട്ടൻ. ഞാൻ അത്ര എഫക്ട് വന്നില്ലല്ലേ? ഇല്ല, അത്രക്കില്ലല്ലേ? തൊപ്പിയില്ലല്ലോ ലാലേട്ടന്. അടുത്തത് ലാലേട്ടൻ തന്നെ ഡ്രൈവർ. അടുത്തത് കർഷകനായ ലാലേട്ടൻ, അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ആയ ലാലേട്ടൻ. മക്കളെ, ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു മമ്മൂട്ടി ഫാൻ അല്ല എന്ന്. ഒരിക്കലും അല്ല. ഇത് റെൻസോ സാറിന്റെ പണിയാണ്. ഇത് നിങ്ങളുടെ സ്വന്തം റെൻസോ സാർ ലാലേട്ടൻ ഫാൻ ആണോ? അതാണ് ഇത് മുഴുവൻ വന്നത്. ഓക്കെ, ലാലേട്ടൻ ഫാൻസ് വേഗം ഒന്ന് ഹാൻസ് ചെയ്തേ. ഇല്ല, അതാണ് ആദ്യം പറഞ്ഞത്. ആക്ച്വലി എന്നോട് പറഞ്ഞത് ഞാൻ വക്കീലായിട്ടും ടീച്ചറായിട്ടും വരാന്നുള്ളതാണ്. പിന്നെ ഞാനായിട്ട് ഒഴിവാക്കിയതാണ്. വേണ്ട, അങ്ങോട്ട് തളർത്തി വിട്ട് ഞാൻ. വേണ്ട, ഈ പിള്ളി ഇത് തന്നെ മതി, ലാലേട്ടൻ തന്നെ മതി, സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു വിട്ടതുകൊണ്ടാണ്. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻസ് ഫോർ ഇന്റർവ്യൂയിങ് ആൻ ഓൺട്രപ്രണർ. ഒരു ഓൺട്രപ്രണറെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. എന്തൊക്കെ ചോദിക്കാം നമുക്ക്? വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യുവർ വെഞ്ചർ അല്ലെ. സംരംഭം ആരംഭിക്കാൻ പ്രചോദനമായത് എന്താണ്? വാട്ട് ചലഞ്ചസ് ഡു യു ഫേസ്? നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഹൗ ഡിഡ് സെൽഫ് എംപ്ലോയ്മെന്റ് ചേഞ്ചസ് യുവർ ലൈഫ് അല്ലെ. സ്വയം തൊഴിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം
മാറ്റിമറിച്ചത്? വാട്ട് മെസ്സേജസ് വുഡ് യു ലൈക്ക് ടു ഗീവ് ടു സ്റ്റുഡൻസ് അല്ലെ? വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓൺട്രപ്രണറെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാം. മക്കളെ, ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങളോട് എക്സാമിന് ചോദിക്കും, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനായിട്ട്. ഒന്നില്ലെങ്കിൽ കർഷകനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൺട്രപ്രണർ അല്ലെ, ബിസിനസ് നടത്തുന്ന ബിസിനസ് സംരംഭകനോടോ ഒക്കെ ആയിരിക്കും ചോദിക്കാൻ പറയുന്നത്. സോ ഒരു 3, 4, 5 ക്വസ്റ്റ്യൻസ് എഴുതാൻ പഠിച്ചേക്കണം കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത നോക്കിക്കടാ, ദ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് വേരിയസ് സ്കീംസ് ടു പ്രൊമോട്ട് സക്സസ് ടു ദ സെൽഫ് എംപ്ലോയ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് അല്ലെ? ഒരുപാട് സ്കീംസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണല്ലേ. നവജീവൻ പ്രൊജക്ട്സ് എന്താണ്, എന്തിനാണ്, ആരാണ് അവിടുത്തെ ഗുണഭോക്താക്കൾ അഥവാ ബെനിഫിഷ്യറീസ്? അടുത്തത് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ഭിന്നശേഷിക്കാർക്കായിട്ടുള്ളത് ശരണ്യ. നോക്കാം നമുക്ക്. നവജീവൻ ആർക്കാണ്? സീനിയർ സിറ്റിസൺസ് ആണല്ലേ, മുതിർന്ന പൗരന്മാർക്കാണ്. കൈവല്യോ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ഭിന്നശേഷിക്കാരായിട്ടുള്ള വൈകല്യമുള്ളവർക്കാണ്. ശരണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരണ്യ ഒരു പെൺകുട്ടിയുടെ പേരാണല്ലേ, ശരണ്യ. യെസ്, ശരണ്യ സ്ത്രീകൾക്കായിട്ടുള്ളതാണ് കേട്ടോ, വിമൻസിനാണ്, വനിതകൾക്കാണ്. ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞ കാര്യം? യെസ്. അങ്ങനെയാണെങ്കിൽ വേഗം ഇതൊന്നും ചെയ്ത്, വെരി വെരി സിമ്പിൾ ആണ്. Observe the table of different jobs prepared by the students on the topic diversity of jobs അല്ലേ? ഡൈവേഴ്സിറ്റി, വിവിധ തൊഴിലുകൾ. അഗ്രികൾച്ചർ ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ട്രേഡ് ഉണ്ട്, അതേപോലെ തന്നെ നിയമപരിപാലനം, തേനീച്ച അധ്യാപനം, തേനീച്ച വളർത്തൽ, റബ്ബർ ടാപ്പിംഗ്, കന്നുകാലി വളർത്തൽ. ഇതിനെ കാർഷിക തൊഴിലുകളും നോൺ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ അഥവാ കാർഷികേതര തൊഴിലുകളും ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം വേഗം എല്ലാവരും ഒന്ന് വേഗം തിരിച്ചേ. എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ അഥവാ നോൺ അഗ്രികൾച്ചർ ഒക്യുപ്പേഷൻ എന്നുള്ളത്? വേഗം ആയിക്കോട്ടെ. യെസ് സർ. അപ്പൊ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ നോൺ അഗ്രികൾച്ചർ ഒക്യുപ്പേഷൻ ആണ് കേട്ടോ, കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും കേട്ടോ. അപ്പൊ ആൻസർ കിട്ടിയവരൊക്കെ വേഗം ഒന്ന് ഹാൻഡ്സ് റൈസ് ആൻഡ് ചെയ്തേടാ. അന്റോണിയോ കിട്ടിയോളാം ആൻസർ? എവിടെ കാണില്ലല്ലോ നിന്റെ ആൻസർ ഒക്കെ. വേഗം ആയിക്കട്ടെ, ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. യെസ്. ഓക്കെ. ദെൻ ഗാംഗുലി കിട്ടിയോ? ആൻസർ കിട്ടിയോ? വേഗം കേട്ടോ. യെസ്. അപ്പൊ നോക്കാട്ടോ, എല്ലാവരും നോക്കാം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ. ആൻലിയ ചെക്ക് ചെയ്യാട്ടോ. അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ വരുന്നതാണ് അഗ്രികൾച്ചർ, കാറ്റിൽ റയറിംഗ്, ഫിഷിംഗ്, അപ്പികൾച്ചർ അല്ലെ? എന്തൊക്കെയാണ്? കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, തേനീച്ച വളർത്തൽ. നോൺ അഗ്രികൾച്ചർ ആണെങ്കിലോ ട്രേഡ്, ടീച്ചിങ്, ലോ എൻഫോഴ്സ്മെന്റ്, റബ്ബർ ടാപ്പിംഗ്. കച്ചവടം, അധ്യാപനം, നിയമം നടപ്പാക്കൽ, ലോ എൻഫോഴ്സ്മെന്റ്. ഇതാ നോക്കി വായിക്കോട്ടോ മക്കളെ, ലോ എൻഫോഴ്സ്മെന്റ്. അതേപോലെ തന്നെ റബ്ബർ ടാപ്പിംഗ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും ഓക്കെ ആണോടാ? സെറ്റ് ആണെങ്കിൽ ഉഷാറായിട്ട് കുറച്ച് ഹാർട്ടൊക്കെ ഒന്ന് അയച്ചേ. വേഗം ആയിക്കോട്ടെ. പർപ്പിൾ കളർ ഹാർട്ട് ആയിക്കോട്ടോ. പർപ്പിൾ എപ്പോഴും ഒരേ ഹാർട്ട് അല്ലേ? അല്ല സർ, ഞാൻ വെള്ളയാണ്, സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ്. ഓക്കെ. അപ്പൊ നോക്കിയടാ, വിച്ച് among the following is not a source of income? നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ് അല്ലാത്തത് ഏതാണ്? കൾട്ടിവേഷൻ കൃഷി, വോളണ്ടറി സർവീസസ് സന്നദ്ധ പ്രവർത്തനം, അതേപോലെ തന്നെ അസറ്റ്സ് ആസ്തികള്, ട്രേഡ് കച്ചവടം. ABCD ഏതാണ് ആൻസർ? വേഗം വേഗം ചാറ്റ് ബോക്സിൽ ഇട്ട്. A ആണോ, B ആണോ, C ആണോ, D ആണോ? യെസ്, വോളണ്ടറി സർവീസ് ആണ് അല്ലെ? B ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, വോളണ്ടറി സർവീസസ്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 1, 2, 3, 4 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് വരുന്നത്. ടേം 1 കേട്ടോ, ടേം 1-ലെയാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണ്? ടേം 2 തന്നെയാണ്. കാരണം ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്ന ടേം 2-ൽ നിന്നായിരിക്കും. ഉറപ്പായിട്ട് 1, 2 ക്വസ്റ്റ്യൻ എവിടെ നിന്നും വരും? ടേം 1-ൽ നിന്നും വരും. അപ്പൊ നമ്മൾ പഠിച്ച 1, 2, 3, 4 ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അടുത്തത് ടേം 2-ലേക്കുള്ള ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. യെസ്, നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ്. ഡയറക്ഷൻസിനെ കുറിച്ച് പഠിക്കണം. ഗ്ലോബ് മാപ്പ് അല്ലെ? ഗ്ലോബിനെ കുറിച്ചും മാപ്പിനെ കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഡയറക്ഷൻസ് അഥവാ ദിശ എന്താണ്? ഡയറക്ഷൻ ഈസ് ദ പർട്ടിക്കുലർ വേ ടു ഗെറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലെ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള പ്രത്യേക മാർഗത്തെയാണ് നമ്മൾ ദിശ എന്ന് വിളിക്കുന്നത്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലെ? സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നതെന്നും നമുക്കറിയാം. ദെൻ വേഗം ഒന്ന് വായിച്ച എല്ലാവരും. കോമ്പസ് എന്തായിരുന്നു? കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വായിച്ചേ. കോമ്പസ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻസ്. ദിശ കണ്ടെത്താനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോമ്പസ് ഉപയോഗിക്കുന്നത്. Nowadays also used in mobile apps to find the direction അല്ലെ? ഇന്ന് നമ്മൾ ഈ ദിശ കണ്ടെത്താനായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷനിലും ഉപയോഗിക്കുന്നില്ലേ കോമ്പസ്? യെസ്, മിസ് ഒന്ന് ക്ലാസ് എടുത്ത ടൈമിൽ പറഞ്ഞിരുന്നു അല്ലെ? ആപ്പ് ഒക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാവരും നോക്കാനായിട്ട്. അപ്പൊ ഇതൊന്ന് പഠിച്ചേക്കാം. അന്ന് നോക്കിയവരൊക്കെ ഒന്ന് വേവ് ചെയ്തേടാ ഹാൻഡ്സ്. യെസ്. അപ്പൊ അടുത്ത് നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ കോമ്പസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്.
ഓക്കെ, എ മാപ്പ് വിൽ യൂഷ്വലി ഹാവ് എ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ അല്ലെ. നമ്മുടെ മാപ്പിൽ കോമൺ ആയിട്ട് എങ്ങനെയായിരിക്കും, ഒരു സൈൻ ഉണ്ടായിരിക്കും അല്ലെ, ദിശയും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു സൈൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എ സൈൻ ഇൻഡിക്കേറ്റ് ദ നോർത്ത് ഡയറക്ഷൻ ക്യാൻ ബി സീൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദി വാൾ മാപ്പ്. നമ്മൾ ഈ ഭിത്തിയിലൊക്കെ ഒട്ടിക്കുന്ന വാൾ മാപ്പിലോ അല്ലെങ്കിൽ മാപ്പുകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് നോർത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. The bottom of the map points to the south, right side points to the west and left to the east എന്നുള്ളതാണ് അല്ലെ. ഇതാ ഇവിടെ നോക്കിക്കേ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെയാണ് നമ്മളിവിടെ ദിശ കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? യെസ്. നോക്കിക്കോളൂ, സിംബൽസ് കോമൺലി യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻസ് ഓൺ മാപ്പ്. മാപ്പിൽ അല്ലെങ്കിൽ ഭൂപടത്തിൽ ദിശ സൂചിപ്പിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന സിംബൽസ് ആണ്. കണ്ടോ, 1, 2, then 3 ദിശയൊക്കെ വന്നില്ലേ? യെസ്, ദിശ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞതെല്ലാം. അടുത്ത നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അജയ് ഹാസ് കം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കേരള സ്കൂൾ ആർട്ട് ഫെസ്റ്റിവൽ ബീയിങ് ഹെൽഡ് ഇൻ തൃശൂർ ഡിസ്ട്രിക്ട്. മക്കളെ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കും. ഈ പറയുന്ന ഏരിയാസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് കുറച്ച് ക്ലൂ തന്നിട്ട് നോർത്തിലാണോ, സൗത്തിലാണോ, ഈസ്റ്റിലാണോ, വെസ്റ്റിലാണോ ഉണ്ടായെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ചോദിക്കും. ഓക്കെ, then his family is also with him. Given below is the layout of venue with them. അല്ലെ, തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന ഒരു സ്കൂൾ കലോത്സവത്തിന്റെ പങ്കെടുക്കാൻ എത്തിയ കുട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. നോക്കാം ഏതൊക്കെയാണ്. റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്, ദെൻ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉണ്ട്, ഡൈനിങ് ഹാൾ ഉണ്ട്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശൂർ ഒക്കെ വരുന്നുണ്ട്. എല്ലാം ഇവിടെ കൃത്യമായിട്ട് ABCD എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ എല്ലാവരും, DE അതേപോലെ CAB എല്ലാം കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ദിശയും തന്നിട്ടുണ്ട്. നോക്കിക്കോ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് അജി ഗോ ടു റീച്ച് ദ വെന്യൂ ക്വിക്ലി ഫ്രം ദ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പത്തിൽ എത്താൻ കഴിയും? ഏത് ദിശയിൽ സഞ്ചരിക്കണം? യെസ്, ഫസ്റ്റ് ടു ദ നോർത്ത്. ആദ്യം നോർത്തിലേക്കും then ഈസ്റ്റിലേക്കുമാണ് സഞ്ചരിക്കേണ്ടത് അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് വേർ ദ ഡൈനിങ് ഹാൾ ഈസ് ബൈ ചെക്കിംഗ് ദ ലേഔട്ട് അല്ലെ. ലേഔട്ട് പരിശോധിച്ച് ഭക്ഷണശാല എവിടെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? യെസ്, ഇറ്റ് ഈസ് ഇൻ ദി നോർത്ത് ഡയറക്ഷൻ. നമ്മുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എവിടെയായിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ നോർത്ത് ഡയറക്ഷൻ അല്ലെ. ഡൈനിങ് ഹാൾ വരുന്നത് D ആണ്. അപ്പൊ നേരെ നോർത്തിലായിട്ടാണ് എന്ത് കിടക്കുന്നത്? ഡൈനിങ് ഹാൾ കിടക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ ട്രാവൽ ഫ്രം ഗവൺമെന്റ് HSS തൃശൂർ ടു ഡൈനിങ് ഹാൾ അല്ലെ. ഗവൺമെന്റ് HSS തൃശൂർ, ഗവൺമെന്റ് HSS നിന്ന് ഭക്ഷണശാലയിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് HSS തൃശൂരിൽ നിന്ന് ടു റീച്ച് ദ ഡൈനിങ് ഹാൾ, ഭക്ഷണശാലയിലേക്ക് എത്താനായിട്ട് പോകാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം? ഏത് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത്? യെസ്, ഡയറക്ഷൻ നോക്കാം, വെസ്റ്റിലേക്കാണ് സഞ്ചരിക്കേണ്ടത് അല്ലെ. എവിടേക്കാണ്? വെസ്റ്റിലേക്കാണ്. അപ്പൊ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ദെൻ മോർ ഓവർ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇന്ന കുട്ടി ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കും പറയാം ചിലപ്പോ, അജി ഫേസിങ് ടുവേർഡ്സ് ദ സെറ്റിംഗ്സ് ആണ്, അസ്തമയ സൂര്യനെ നോക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അജി എങ്ങടാ നോക്കുന്നേ? വെസ്റ്റിലേക്കാണ് അല്ലെ. റൈസിങ് സൺ ആണെങ്കിൽ അജി നോക്കുന്നത് എങ്ങടാ? ഈസ്റ്റിലേക്കാണ്. അപ്പൊ ആ ഡയറക്ഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കോ, അജി ഈസ് സ്റ്റാൻഡിങ് നിയർ ഹിസ് ഹൗസ് ഫേസിങ് ദ റൈസിങ് സൺ. ഉദയ സൂര്യനെ, സൂര്യൻ ഉദിച്ചു വരുന്ന നോക്കി നിൽക്കാണ് ഇവിടെ അജി. കണ്ടോ? കണ്ടോ? ഇൻ വിച്ച് ഡയറക്ഷൻ അജി ഈസ് ഫേസിങ്? ഏത് ദിശയിലേക്കാണ് അജി നോക്കുന്നത്? വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. ഏത് ഡയറക്ഷൻ ആണ്? യെസ്, ഈസ്റ്റിലേക്കാണ് നോക്കുന്നത് അല്ലെ. ടു വിച്ച് ഡയറക്ഷൻ അജി സ്ട്രെച്ച്ഡ് ഔട്ട് ദ റൈറ്റ് ഹാൻഡ്. അജിയുടെ റൈറ്റ് ഹാൻഡ് ഏത് ദിശയിലേക്കാണ്? അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഇതിലേക്കാണ്. അജിയുടെ ഷാഡോ, ഒരാള് സൂര്യനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോ അവരുടെ ഷാഡോ വരുന്നത് എവിടെയായിട്ടായിരിക്കും? പുറകിലായിട്ടായിരിക്കും വരുന്നത് അല്ലെ. പുറകിലാണ് വരുന്നതെങ്കിൽ ഏത് ഡയറക്ഷൻ ആണ്? യെസ്, വരുന്നുണ്ട്, ആൻസർ വരുന്നുണ്ട്. സൗത്ത് ആണ്, നോർത്ത് ആണ്, വെസ്റ്റ് ആണ്. യെസ്, പടിഞ്ഞാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്നുണ്ടായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോയേക്കാം. ഓക്കെ, അടുത്ത നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ അജി ഈസ് ഫേസിങ് ഇൻ ദിസ് പിക്ചർ? ഈ പിക്ചറിൽ അജി ഏത് ദിശയിലേക്കാണ് നോക്കുന്നത്? സൂര്യൻ ഉദിക്കുന്നത് ബാക്കിലാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അജി എങ്ങടായിരിക്കും നോക്കാം? ടു വിച്ച് ഡയറക്ഷൻ അജി ഈസ് റൈറ്റ് ഹാൻഡ് എങ്ങടാണ്? ലെഫ്റ്റ് ഹാൻഡ് എങ്ങടാണ്? ഷാഡോ എവിടെയാണ്? നോക്ക എവിടെയാണ്? വെസ്റ്റ്. റൈറ്റ് ഹാൻഡ് നോർത്തിലേക്കും ലെഫ്റ്റ് സൗത്തിലേക്കും.
വെസ്റ്റ് പടിഞ്ഞാറിലേക്കും. then in which direction opposite to the direction that Aji face, അജി നോക്കി നിൽക്കുന്നതിന് എതിരെയുള്ള ഡയറക്ഷൻ ഏതാണ്? അജി വെസ്റ്റിലേക്കാണ് നോക്കുന്നതെങ്കിൽ പുറകിൽ എന്താണ്? ഈസ്റ്റ് ആണ്. ഓക്കെ ആണ്. അപ്പൊ ഇതേപോലത്തെ ഒരു ചോദ്യം നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അടുത്ത നോക്കിയേ, ഗ്ലോബുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ഗ്ലോബ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഗ്ലോബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഗ്ലോബ് എങ്ങനെയായിരിക്കും, അതിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ദ സ്പിരിക്കൽ മോഡൽ ഓഫ് ദി എർത്ത് അല്ലെ. ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള മാതൃകയാണ് എന്ത് വിളിക്കുന്നത്? സ്പിരിക്കൽ മോഡൽ അഥവാ ഗോളാകൃതിയിലുള്ള മാതൃകയാണ് ഗ്ലോബ്. ദ ലൈൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ഗ്ലോബ്, ഗ്ലോബിന്റെ നടുക്കൂടിയുള്ള ലൈനെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് വിളിക്കും അല്ലെ. ഇതാ ഗ്ലോബ് ഇതേപോലെ വരയ്ക്കുകയാണെങ്കിൽ ഗ്ലോബിന്റെ സെന്ററിലൂടെ പോകുന്ന ഈ ലൈനെ എന്താ വിളിക്കുന്നേ? ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് വിളിക്കും. അടുത്തത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും. നോർത്തേൺ ഹെമിസ്ഫിയറും അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയർ, അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. അപ്പൊ ഇക്വേറ്റർ പഠിച്ചു നമ്മള്. നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും നമ്മൾ പഠിക്കണം. ഓക്കെ, അടുത്ത നോക്കിക്കേ, ദ ലൈൻ ഡ്രോൺസ് above and below the parallel to the equator. ഇക്വേറ്റർ നമ്മൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇക്വേറ്ററിന് മുകളിലും താഴെയായിട്ട് ഇതേപോലെ പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് അല്ലെ. എന്നാൽ സെമി സർക്കുലർ ലൈൻസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ആയിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് അവയെ വിളിക്കുന്ന, ലംബമായി വരുന്ന ലൈൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ലൈൻസ് അഥവാ അക്ഷാംശ രേഖകളോ ലംബമായി വരച്ചാൽ വൃത്താകൃതിയിലുള്ള വരകളെ രേഖാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. യെസ് ഓക്കെ. അപ്പൊ നോക്കിയേ, ദ ലൊക്കേഷൻ ഓഫ് എ പ്ലേസ് ഓൺ ദി എർത്ത് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദീസ് ഇമാജിനറി ലൈൻസ്. സാങ്കല്പിക രേഖകളെ ഭൂമിയിലെ സ്ഥാനം അടിസ്ഥാനമാക്കിയത് സ്ഥലത്തിന്റെ നിർണ്ണയിക്കുന്നതാണ് അല്ലെ. ദ ലൊക്കേഷൻ ഓഫ് ദ പ്ലേസ് ഓൺ ദി എർത്ത് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദീസ് ഇമാജിനറി ലൈൻസ് അല്ലെ. ഈ ഇമാജിനറി ലൈൻസ് എല്ലാം നമ്മൾ എങ്ങനെയാണോ ഒരു ലൊക്കേഷൻ നോക്കി, അല്ലെങ്കിൽ ഈ ഇമാജിനറി ലൈൻസിന്റെ നമുക്ക് കാണാൻ സാധിക്കാതെ ഈ ഇമാജിനറി ലൈൻസ് ഉണ്ടല്ലേ, നമ്മളതൊരു സാങ്കല്പികമാണ് ഈ ഇമാജിനറി ലൈൻസ്. ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ ഡയറക്ഷൻസും തിരിച്ചറിയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എല്ലാവരും പിക്ചർ ഒന്ന് നോക്കിക്കടാം. നമ്മളിപ്പോൾ ലാറ്റിറ്റ്യൂണൽ ലൈൻസിനെ കുറിച്ചും ലോഞ്ചിറ്റ്യൂണൽ ലൈൻസിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ഈ കറക്റ്റ് ആയിട്ടുള്ള ഈ പിക്ചർ ഒന്ന് വേഗം നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്തേ. യെസ്, വേഗം ആയിക്കോട്ടെ. എന്തായിരുന്നു എന്നുള്ളത് വേഗം ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. നോക്കട്ടെ എങ്ങനെയാണ് കറക്റ്റ് അത് വരുന്നത് എന്നുള്ളത്. യെസ്, ഓക്കെ, എങ്ങനെയാണ് വരുന്നത്? യെസ്, ഓക്കെ. എന്താ മക്കള് ഫുൾ പവർ ആണോ? നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പട്ടപ്പട്ടേന്ന് അടിപൊളിയായിട്ട് ആൻസർ പറയുന്നുണ്ട്. അപ്പൊ അടുത്ത ദിവസം സോഷ്യൽ എക്സാം അങ്ങ് പൊളിക്കും. സെറ്റ് അല്ലേ എല്ലാവരും? ഓക്കെ ആണ്? യെസ്, വെരി ഗുഡ്, മിടുക്കന്മാരാട്ടോ എല്ലാവരും. അടിപൊളിയാണ്. അടിപൊളിയായിട്ട് ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന പോലെ തന്നെ സെറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫയർ കൂടി ഇട്ടേ. ഇപ്പൊ ഒരു എനർജി ഒന്നില്ലേ, വേഗം കുറച്ച് ഫയർ ഇട്ടേ. യെസ്, ഓക്കെ മക്കളെ, ഇതാ നോക്കിക്കേ. നമ്മള് ഇപ്പൊ യൂട്യൂബിന്റെ ലിങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഗൂഗിൾ ഫോം നിങ്ങൾ എല്ലാവരും ഫില്ല് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ നോട്ട്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബാക്കി വരുന്ന ലൈവുകൾ അറ്റൻഡ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ആവാനും ബാക്കിയുള്ള ക്ലാസ്സസിന്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ ത്രൂ ആ ചാനൽ വഴി കിട്ടുന്നതാണ്. സോ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. വേഗം ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം, വേഗം തന്നെ ആയിക്കോട്ടെ കേട്ടോ. നോക്കിക്കേടാ, ഹൗസസ് ലൈസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ലൈൻ ഡി ആൻഡ് ഇ. കണ്ടോ, ഡിയുടെയും ഇയുടെയും ഇടയിലായിട്ട് ലൈൻ ഏതാണ്? 2-ന്റെയും 3-ന്റെയും ഇടയിലായിട്ട് വരുന്നുണ്ട് ആര്? ആ കാണുന്ന കുഞ്ഞി വീട് അല്ലേ. യെസ്, അടുത്ത് നോക്കിയോ. അപ്പൊ ഇതേപോലെ നിങ്ങളോട് ചോദിക്കോട്ടോ മക്കളെ, ഓരോ തന്നിട്ട് നിങ്ങളോട് എഴുതാനായിട്ട് പറയും. ഇവിടെയാണെങ്കിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചത് എങ്ങനെയായിരുന്നു? കണ്ടോ, ഡിയുടെയും ഇയുടെയും, ഇൻ ബിറ്റ്വീൻ ഡി ആൻഡ് ഇ, അതേപോലെ തന്നെ 2 and 3 രണ്ടിന്റെയും ഇടയിലായിട്ട്. ഓക്കെ, വാട്ട് ഈസ് ഗ്ലോബ്? ഗ്ലോബ് ഈസ് ദ സ്പിരിക്കൽ മോഡൽ ഓഫ് ദി എർത്ത് അല്ലെ. ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള മാതൃകയാണ് എന്ത് വിളിക്കുന്നത്? ഗ്ലോബ് എന്ന് വിളിക്കുന്നത്. ഗ്ലോബ് ദാ ഇതേപോലെ കറങ്ങിക്കൊണ്ടിരിക്കും, കണ്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഹൗ ഡസ് ഇക്വേറ്റർ ഡിവൈഡ് ദ ഗ്ലോബ്? ഭൂമധ്യരേഖയെ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? നോക്കാം എങ്ങനെയാണ്. നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും അല്ലെ. നമ്മൾ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയർ ആയിട്ടും സദേൺ ഹെമിസ്ഫിയർ ആയിട്ടും ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവുമായി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു.
വാട്ട് ആർ ദ ലൈൻസ് ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ? ഇക്വേറ്ററിന് അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായ രേഖകൾ, പാരലൽ ആയിട്ടുള്ള രേഖകളെ വിളിക്കുന്ന പേര് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആണ് അല്ലെ. ഏതാണ്? ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് ദ ലൊക്കേഷൻ ഓഫ് ദ പ്ലേസ് ഓൺ ദി എർത്ത് ഈസ് ഡിറ്റർമൈൻഡ്? നമ്മൾ ഈ പറഞ്ഞു ഈ ഇമാജിനറി ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡിനലും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത് ഭൂമിയിൽ എവിടെയാണ് അവരുടെ ലൊക്കേഷൻ വരുന്നതെന്നുള്ള കാര്യം. ഓക്കെ അല്ലേടാ? യെസ്. ഇതേപോലെ നിങ്ങളോട് ചോദിക്കും, ലൊക്കേഷൻ കാണാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം കേട്ടോ. നോക്കിയിട്ട് പറയാം ലാറ്റിറ്റ്യൂഡ് ഇത്രയാണ്, ലോഞ്ചിറ്റ്യൂഡ് ഇത്രയാണ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പറഞ്ഞേക്കാം. യെസ്. വാട്ട് ആർ ദ ലൈൻസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്? ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആണ് അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നത്. മക്കളെ അടുത്തത് മാപ്പ് ആണ്. Map is a symbolic representation of selected characteristics of a place, usually drawn on a flat surface. അല്ലെ, ഒരു സ്ഥലത്തിന്റെ തിരഞ്ഞെടുത്ത സവിശേഷതകളും പ്രതീകമാണ് ഒരു ഭൂപടം, പ്രതിനിധാനമാണ് ഭൂപടം. സാധാരണയായി ഒരു പരന്ന പ്രതലത്തിലായിരിക്കും നമ്മളത് വരയ്ക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്സ് ഉണ്ട്. ജിയോഗ്രഫിക്കൽ സ്റ്റഡീസ്, ഡിഫൻസ്, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പോർട്ട് അല്ലെ. ഭൂമിശാസ്ത്രപരമായ പഠനത്തിനും ഡിഫൻസ്, പ്രതിരോധം, ടൂറിസം, എന്താണ് ടൂറിസം നമ്മൾ പറഞ്ഞില്ലേ, വിനോദത്തിനും, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഭരണം, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം, ഇങ്ങനെ ഓരോ മേഖലകളിലും നമ്മൾ പല 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 മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹൗ ഡു യു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓൺ എ മാപ്പ്? ഒരു ഭൂപടത്തിൽ ദിശ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താം? നമ്മൾ പറഞ്ഞു അല്ലേ, എ മാപ്പ് വിൽ യൂഷ്വലി ഹാവ് എ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ. എ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ north direction can be seen at the top of the wall maps. The bottom of the map points to the south and the right side points to the west and the left side towards the east ആണ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് എഴുതാട്ടോ. അതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേടാ, നിങ്ങളുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് ലാബില് ഒരുപാട് മാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് ക്ലാസ് എടുത്ത ടൈമില്. അപ്പൊ അതൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങളോട് സ്റ്റേറ്റ്സ് എഴുതാനും ഡിസ്ട്രിക്ട്സ് എഴുതാനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതൊക്കെ ഓക്കെ അല്ലേ എല്ലാവർക്കും? യെസ്. നോക്കിക്കേ, കേരളത്തിന്റെ ഫിസിക്കൽ മാപ്പാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇവിടെ നമ്മൾ നോ ഓവർ ലാൻഡിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഹൈലാൻഡ്, ലോ ലാൻഡ്, മിഡ് ലാൻഡ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്തൂടെ? ഇവിടെ മലനാട്, ഇടനാട്, തീരപ്രദേശമൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇന്നിപ്പോ നമുക്ക് ഇതേപോലൊരു മാപ്പ് തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ലിസ്റ്റ് ദ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് ടു ദ നോർത്ത് ഓഫ് തൃശ്ശൂർ ആൻഡ് വൺ ടു ദ സൗത്ത് അല്ലെ. ഇത് നമ്മൾ പറഞ്ഞതാണ്. നോർത്തിലാണെങ്കിൽ മലപ്പുറം, ഏതാണ് വടക്ക് ഭാഗത്തായിട്ട് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്. ഇതെല്ലാം നമുക്ക് എന്താ പറയാ, തൃശ്ശൂരിന് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകൾ, തൃശ്ശൂരിന് തെക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും നമുക്ക് പറയാം. നോക്കിക്കടാ, കോസ്റ്റൽ ഡിസ്ട്രിക്ട് ടു സൗത്ത് ഓഫ് ദ തൃശ്ശൂർ. നോക്കിക്കേ, ഏതൊക്കെയാണ് തൃശ്ശൂരിന്റെ തെക്ക് ഭാഗത്തുള്ള തീരപ്രദേശ അല്ലെങ്കിൽ തീരദേശ ജില്ലകൾ? എറണാകുളമുണ്ട്, ആലപ്പുഴയുണ്ട്, കൊല്ലമുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ്? തീരദേശ ജില്ലകളാണ് തെക്ക് ഭാഗത്തായിട്ട് വരുന്നത്. നോക്കിക്കേ മക്കളെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ 7th 8th ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ പരീക്ഷയ്ക്ക് ഇതേപോലെ സിമ്പിൾ തന്നിട്ട് ഏതാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ ഈ സിമ്പിൾ ആദ്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ നിന്ന് ചോദ്യം വരും. ഇതേപോലെ 2 ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്താണ്? റോഡാണ് അല്ലെ. റെയിൽവേ റോഡാണെങ്കിലോ ഇതേപോലെ വരച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് റെയിൽ റോഡാണ്. ദെൻ റിവർ ആണെങ്കിൽ സിമ്പിൾ ആണ്. ഇതേപോലെയൊക്കെ വരച്ചു കഴിഞ്ഞാൽ റിവർ ആണ്. പോർട്ട് അഥവാ തുറമുഖം എങ്ങനെയാണ്? ഒരു കപ്പൽ കണ്ടു കഴിഞ്ഞാൽ അത് പോർട്ടോ തുറമുഖമോ ആണ്. നോട്ട് ചെയ്തേക്കാം, പരീക്ഷയ്ക്ക് ചോദ്യം വരും കേട്ടോ. ഓക്കെ. ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള ഇൻ സോഷ്യൽ സയൻസ് ലാബ്. നിങ്ങളോട് സോഷ്യൽ സയൻസ് ലാബില് കേരളത്തിന്റെ മാപ്പ് ഒബ്സർവ് ചെയ്യാൻ പറയുന്നുണ്ട്. സദേൺ മോസ്റ്റ് പാർട്ട് അല്ലെ, കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. മിസ്സിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞ എല്ലാവരും. നോർത്തിലാണെങ്കിലോ വടക്കാണെങ്കിലോ കാസർഗോഡാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനം. ദ ഡിസ്ട്രിക്ട് വിച്ച് ഷെയർസ് ദ ബോർഡേഴ്സ് വയനാടാണല്ലേ. ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഭാരതപ്പുഴ ഫ്ലോസ്. ഭാരതപ്പുഴ ഒഴുകുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്. Then direction to the railway station from Kasaragod to Thiruvananthapuram. North to east south ആണ് അല്ലെ. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതയുടെ ദിശ വടക്ക് നിന്ന് തെക്ക് വരെയാണ്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ നൈബറിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? കർണാടകയും തമിഴ്നാടുമാണ്. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? യെസ്. Why do maps have great significance in human life? നമുക്ക് ഒരുപാട് ആവശ്യമുണ്ടല്ലേ മാപ്പുകൾ കൊണ്ട്. നമ്മൾ പല പല മേഖലകളിലും മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്ഥാനം വഹിക്കുന്നുണ്ട്. ഒന്ന് ഏതൊക്കെയാണ്? ജിയോഗ്രഫിക്കൽ സ്റ്റഡീസ്, ഭൂമിശാസ്ത്രപരമായ പഠനം, ഡിഫൻസ്, പ്രതിരോധം, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ, ഭരണം,
ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം തുടങ്ങിയ പല പല മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഏതെങ്കിലും രീതിയിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്ലഡോ, ലാൻഡ് സ്ലൈഡോ, അതേപോലെ തന്നെ കാറ്റസ്ട്രോഫിക് ഇവന്റ്സോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് വെള്ളപ്പൊക്കം, മണ്ണിടിച്ചില്, മറ്റു ദുരന്തങ്ങൾ തുടങ്ങിയ ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് അത്തരം പ്രദേശങ്ങളിൽ വേഗത്തിൽ എത്തിച്ചേരാനും ഭൂമിശാസ്ത്ര അല്ലെങ്കിൽ ഭൂമി ദുരിതാശ്വാസന പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ടും നമ്മളെ ഈ ഭൂപടങ്ങളും മാപ്പുകളും ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലെ. മാപ്പുകളുടെയോ ഭൂപടങ്ങളുടെയോ സഹായത്തോടു കൂടിയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ആ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓരോ കോണ്ടിനെന്റ്സ് അല്ലേ, ഒന്ന് വേഗം ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഏതാണ്? സൗത്ത് അമേരിക്ക ആണല്ലേ. ദെൻ അടുത്തത് തെക്കേ അമേരിക്ക. അടുത്ത ബി ഏതാണ്? നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്ക. ഏഷ്യ ഉണ്ടല്ലേ, ഏഷ്യ. ദെൻ ആഫ്രിക്ക, ഡി നോക്കിക്കേ, ആഫ്രിക്കയാണ്. ദെൻ ഇ ഓസ്ട്രേലിയ ആണ് അല്ലെ. എഫ് യൂറോപ്പ് ആണ്. ജി അന്റാർട്ടിക്കയാണ്. ഓരോ കോണ്ടിനെന്റ്സും ഭൂഖണ്ഡവും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക. യെസ്. അടുത്ത് നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതോടുകൂടി ഏകദേശം നമ്മുടെ ക്ലാസ് കഴിയാറായിട്ടുണ്ട്. സോ വേഗം ഉഷാറായിട്ടൊന്ന് പറഞ്ഞോ. യെസ്, നോക്കാം. ഡാഷ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്സ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഏതാണ്? വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് എല്ലാവരും വേഗം. യെസ്, കാർട്ടോഗ്രാഫി ആണ് അല്ലെ. ഇതാണ് കാർട്ടോഗ്രാഫി ആണ്. കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, കാർട്ടോഗ്രാഫി ആണ്. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. വേഗം ഇപ്പോഴും ഫുൾ പവർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം കുറച്ച് ഫയർ ഒക്കെ ഇട്ടേടാ നമ്മുടെ ചാറ്റ് ബോക്സിൽ. വേഗം കുറച്ച് ഫയർ ഒക്കെ ഇട്ടേ. യെസ്, സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾ ആരും മറക്കണ്ട, ജാനുവരി 1 കൂടി നമ്മുടെ നൈറ്റ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. 10th +1 +2 ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ആയിരിക്കും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പൊ എന്ത് ചെയ്യാ, അവരോട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറയാ. അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ 5, 6, 7, 8, 9, 10, 11, 12 ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. ഡിസംബർ ആയി, ഇനി നമുക്ക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതായത് നമ്മുടെ മെയിൻ എക്സാമിന്, മാർച്ചിലെ എക്സാമിന്. സോ വേഗം അഡ്മിഷൻ എടുക്കുക, വേഗം ഉഷാറായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ദിവസം നോക്കിക്കടാ. വാട്ട് ഈസ് ദ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിംഗ്, വെരിഫൈങ് ആൻഡ് പബ്ലിഷിംഗ് മാപ്സ് ഇൻ അവർ കൺട്രി? നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും, നിർമ്മിക്കണം, പരിശോധിക്കണം, പ്രസിദ്ധീകരിക്കണം, ഇതിനെല്ലാം ഉത്തരവാദിത്തമുള്ള ആ ഒരു അതോറിറ്റി ഏതാണ്? കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ ആണ് കേന്ദ്ര സർക്കാർ ഏജൻസി. ഇനി നോക്കിക്കേ, വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സർവേ ഓഫ് ഇന്ത്യ? സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അഥവാ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ് അല്ലെ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. Who was the Portuguese traveler who landed on Kappad, coast of Kozhikode? കോഴിക്കോട് കടപ്പുറത്ത് 1498-ൽ. വെള്ളിയാണല്ലോടാ. ഓക്കെ, ഹു വാസ് ദ പോർച്ചുഗീസ്? ആരാണ് 1498-ൽ കോഴിക്കോട് കാപ്പാട് തീരത്ത് കപ്പലിറങ്ങിയ ആ പോർച്ചുഗീസ് സഞ്ചാരി? ആരായിരുന്നു? വാസ്കോഡ ഗാമയായിരുന്നു അല്ലെ. ആരായിരുന്നു? വാസ്കോഡ ഗാമയാണ്. ഓക്കെ, അപ്പൊ മക്കളെ നമ്മുടെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കൂട്ടത്തില് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞു അല്ലെ, ഡയറക്ഷൻ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സസ് വരുന്നുണ്ട്, അറിയാലോ. ഓക്കെ, അപ്പൊ വേഗം തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവരോടൊക്കെ കാണാൻ പറയാ ക്ലാസ്സസ്. ഓക്കെ, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് വീട്ടിലിരുന്ന് പഠിക്കൂലേ? സെറ്റ് ആണെങ്കിൽ തംസ് കാണിച്ചേ. നമ്മുടെ സൂം പീപ്പിൾസ് എല്ലാവരും തംസ് കാണിക്കുക. ബാക്കി എല്ലാവരും ചാറ്റിൽ കുറച്ച് ഫയർ ഇടാ കേട്ടോ. വേഗം കുറച്ച് ഫയറും ആപ്പിളും ഓറഞ്ചും എല്ലാം വരട്ടെ. ഓക്കെ, പൊളിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. സാമുവൽ, എലറ്റ്. ഓക്കെ, ഹായ് 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 ഹലോ എല്ലാവർക്കും ഹായ്. ഓക്കെ, അപ്പൊ മിസ് നിർത്തിക്കോട്ടെ. എന്തൊരു ചോദ്യമാണെന്നൊക്കെ. സാൻഡ് വന്നു, അപ്പൊ ഞാൻ നിർത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.